Hi everyone. Good evening. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഫോർ പ്രിലിംസ് 2024 സിവിൽ സർവീസിന്റെ 2024 പ്രിലിംസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി സെഷൻ ആണ്. അപ്പൊ നമുക്കറിയാം 2023 പ്രിലിംസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. റിയലി ഇറ്റ് വാസ് എ സർപ്രൈസ് ഫോർ മെനി, ഈവൻ ലൈക്ക് ഫോർ ദ വെറ്ററൻസ് ആസ് വെൽ ആസ് ഫോർ ദ ഫ്രഷേഴ്സ്. രണ്ടുപേർക്കും, അതായത് ആദ്യമായിട്ട് സിവിൽ സർവീസ് എക്സാം വരുന്ന ഒരാൾക്കും അതുപോലെ തന്നെ എന്താ പറയാ, ഒരുപാട് സിവിൽ സർവീസ് ടഫ് തന്നെയായിരുന്നു. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എലിമിനേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ ട്രിക്സ് അതൊന്നും എന്ത് ചെയ്യില്ല, ഇനി വർക്ക് ചെയ്യില്ല. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയത്ത് 2023 എക്സാം കഴിഞ്ഞതോട് കൂടിയിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ അനാലിസിസ് നടത്താണ്. 2023 പാറ്റേണിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് 2023 അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഓരോ ക്വസ്റ്റിനെയും അപ്രോച്ച് ചെയ്യേണ്ടത്, അത് നമുക്ക് എങ്ങനെ ട്രിക്സ് ആൻഡ് ടിപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബട്ട് അതേസമയം തന്നെ ഒരു ഡിസ്ക്ലൈമറും കൂടെ വെക്കുകയാണ്. കാരണം 2023 ആ ഒരു പേപ്പർ കാണുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക്, അതായത് ഫസ്റ്റ് ടൈം ആ ഒരു എക്സാം കയറുന്ന 2023 എക്സാം ഹാളിലേക്ക് കയറി ഫസ്റ്റ് ടൈം ആ ഒരു പേപ്പർ കിട്ടിയ ഒരാളെ സംബന്ധിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഓക്കെ, ഇതിൽ എനിക്ക് എന്തെങ്കിലും ട്രിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നും, അതുപോലെ ഒരു കാം മൈൻഡിൽ ആ 2.5 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇത് ഒരിക്കലും ചെയ്തെടുക്കാൻ പോസിബിൾ ആയിരുന്നില്ല. അത് വളരെ ഷുവർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതായത് ഇപ്പം എക്സാം കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊരു കാം ആൻഡ് എന്താ പറയുക ക്വയറ്റ് എൻവറോൺമെന്റിൽ ഇരുന്നിട്ട് ഈ ഒരു ടൈം കൺസ്ട്രെയിൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പേപ്പറിനെ അനലൈസ് ചെയ്തിട്ട് UPSCയുടെ റിക്വയർമെന്റ് എന്നാണ്, ഈ ക്വസ്റ്റ്യൻ കൊടുത്ത സമയത്ത് ഒരു ഉദ്യോഗാർത്ഥിയുടെ അല്ലെങ്കിൽ UPSC ആസ്പിറന്റിന്റെ മെന്റൽ സിറ്റുവേഷൻ എന്തായിരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 2024 സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഡെഫിനറ്റ്ലി UPSC ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കാണ് UPSC എന്ത് ചെയ്യാറുള്ളത്, സാധാരണ ഒരു പാറ്റേൺ എടുക്കാറുള്ളത്. 2019 മുതൽ ഓൾമോസ്റ്റ് ഒരു 5 ഇയർ, ഒരു 2023 വരെ 19, 20, 21, 22, 23 ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 5 ഇയറിൽ UPSC ഫോളോ ചെയ്തിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് 2022 കൂടിയിട്ട് എന്താ, അല്ലെങ്കിൽ 2023 പേപ്പറോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് 2016-17 സമയത്തൊക്കെ ഉണ്ടായിരുന്ന UPSCയുടെ കട്ട് ഓഫ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വളരെ ഹൈ കട്ട് ഓഫ് ആയിരുന്നു. അവിടുന്ന് അങ്ങോട്ടേക്ക് കൺസിസ്റ്റന്റ്ലി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു കട്ട് ഓഫ് അങ്ങനെ ഡിക്ലൈൻ ചെയ്ത് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2021, 2022 ആയ സമയത്ത് ഈ കട്ട് ഓഫ് ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെയിം ലെവലിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് ജനറൽ കാറ്റഗറിയുടെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിക്ലൈൻ ചെയ്തിട്ട് ഒരു ലെവലിലേക്ക് എത്തുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസ് മാസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് ടോപ്പേഴ്സ്, ഒരുപാട് മെന്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഈ പറയുന്ന ട്രിക്സ് ആൻഡ് ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അതിനെ മാറ്റിയിട്ട് ഒരു പുതിയ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ പാറ്റേണിന് UPSC കൊണ്ടുവന്നതാണ്. അപ്പം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 2023 മുതൽ അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 ഇയേഴ്സ് എന്തായിരിക്കും, ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിലേക്ക് നോക്കുന്ന സമയത്ത് അതിന് ഒന്ന് ഈ പറയുന്ന പോലെ പാറ്റേൺ ചേഞ്ച് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഓക്കെ, അതില് ഏറ്റവും വലിയ പ്രശ്നം ആയിട്ട് മോസ്റ്റ് ഓഫ് ദി ആസ്പിറൻസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലായിരുന്നു. അതുമല്ലാതെ അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കമ്പാരിറ്റീവ്ലി അതിന്റെ എമൗണ്ടും വളരെ കൂടുതലായിരുന്നു. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഒരു പാറ്റേൺ ചേഞ്ച്. എന്നാൽ ഇത് മാത്രമായിരുന്നു. അപ്പൊ നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പാറ്റേൺ ചേഞ്ച്, അതുകൊണ്ട് UPSC എന്താണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ച് വന്നതോട് കൂടിയിട്ട് UPSC ആസ്പിറൻസിന് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ഞാൻ പറയുന്നത് പ്യൂർലി എക്സാം സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വന്നിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു. ഓക്കെ, അപ്പം ഇതിനെ അനലൈസ് ചെയ്തിട്ട് 2024 വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനെയും എടുത്തിട്ട് അതിനെ എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത് ആൻസറിലേക്ക് നമുക്ക് അറിയാവുന്ന, ഞാൻ പറയുന്നത് നമുക്ക്
അറിവും ഇൻഫർമേഷനും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താം എന്നല്ല. നമുക്ക് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. 2023 പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിവുണ്ടായിരുന്നിട്ട് പോലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു പ്രശ്നമായിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു? അത് നമ്മൾ അനലൈസ് ചെയ്യും. എന്നിട്ട് അതിനെ ഓവർകം ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ആൻസറിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അത് പ്യൂർലി ലോജിക്കൽ ബേസ് ചെയ്തിട്ട് മാത്രമാണ്, റാഷണൽ ആയിട്ട് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉത്തരത്തിലേക്ക് എത്താമായിരുന്നു എന്നതല്ല. അത് നമുക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യില്ല, വർക്ക് ആവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു ലോജിക്കൽ എക്സാം കണ്ടീഷനിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി അതെങ്ങനെ സോൾവ് ചെയ്തെടുക്കാം എന്നതിന്റെ ബേസിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. 2023 പിന്നെ വന്നിട്ടുള്ള ഒരു മേജർ പ്രശ്നമായിരുന്നു, അത് മോണോട്ടോണസ് ആയിരുന്നു. അതായത് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ മോണോട്ടോണസ് ആയിരുന്നു. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കൊണ്ട് മാത്രമല്ല ഇത് മോണോട്ടോണസ് ആയിട്ട് മാറുന്നത്. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ തന്നെ ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് ഒക്കെ ഒരേ പാറ്റേണിലാണ്. അതായത് ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയിട്ട് അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 2022 പേപ്പർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പം 1 2 ഓൺലി, 1 3 ഓൺലി, 1 ഓൺലി, 1 2 and 3 ഓൺലി, ഇതുപോലെയായിരിക്കും ഓരോ ഓപ്ഷൻ തന്നിട്ടുണ്ടാവുക. വേറൊരു ഓപ്ഷൻ 1 2 1 3 then like 2 3 1 2 3 ഇതുപോലെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ സെയിം ആണെങ്കിലും ഈ ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മോണോട്ടോണസ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ 2023 പേപ്പർ കംപ്ലീറ്റ്ലി മോണോട്ടോണസ് ആയിട്ട് മാറാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഓപ്ഷൻസിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അതെന്ത് ചെയ്തു, ഒരു പരിധി വരെ ബോറിംഗ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പേപ്പർ. ഓക്കെ, മൂന്നാമത്തെ പറയുന്നത് ഡെഫിനറ്റ്ലി ടഫ്നെസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. എന്തുകൊണ്ട്? ഫാക്ച്വൽ സൈഡിലേക്ക് പോയത് കൊണ്ടാണോ, അല്ലെങ്കിൽ അനാലിറ്റിക്കൽ സൈഡിലേക്ക് പോയത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ഓപ്ഷനിൽ വന്ന ചേഞ്ച് കൊണ്ടാണോ? ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ഈ പറയുന്ന എലിമിനേഷൻ ഇസ് എലിമിനേറ്റഡ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് എത്രത്തോളം ശരിയാണ് എന്നതും കൂടെ ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ഇത്രയൊരു കാര്യങ്ങൾ പറയേണ്ടത് അതിന്റെ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, കാരണം ഓരോന്നും നമ്മൾ ഇതിൽ ചെയ്യുന്നതിന് എന്തിന്റെ അതിൻ്റെതായിട്ടുള്ള പർപ്പസുകൾ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാം, 2023 പേപ്പറിന് ഓവറോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, നമുക്കറിയാം 1 പെയർ ഓൺലി, 2 പെയർ ഓൺലി, 3 പെയർ ഓൺലി, നൺ അല്ലെങ്കിൽ ഓൾ ദ പെയർ, ഈ രീതിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 46% ആയിരുന്നു. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ 46 ചോദ്യം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എത്രത്തോളം പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഓൾമോസ്റ്റ് ഒരു 50% അടുത്തേക്ക് ഭൂരിഭാഗം എന്ന് പറയുന്നതും പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ അടുത്തൊരു സംഭവമായിരുന്നു പിക്ക് ദി ആൻസർ എന്ന് പറയുന്ന ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിക്ക് ദി ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം തന്നിട്ടുണ്ടായിരിക്കും, ആ ചോദ്യത്തിന് 1 2 3 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്ക് ഓപ്ഷൻസും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഓപ്ഷൻസ് തന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം എന്ത് ചെയ്താൽ മതി, പിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് ആൻസർ എന്ത് ചെയ്യാം, പിക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വായിക്കുക, ഇതിൽ ഏതാണോ നമ്മുടെ ഉത്തരം, അതായത് എ ബി സി ഡി ഇങ്ങനെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണോ ഉത്തരം അത് നമ്മൾ പിക്ക് ചെയ്യാം. ഇത്ര വേണ്ടതും അതിനാണ് പിക്ക് ദി ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അസേർഷൻ റീസൺ. ഓൾമോസ്റ്റ് 18 ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, അസേർഷൻ റീസൺ ടൈപ്പിലായിരുന്നു. ദെൻ ബോത്ത് 1 and 2 ക്വസ്റ്റ്യൻസ്. ഇവിടെയായിരുന്നു നമ്മൾ പഴയ പറഞ്ഞിട്ടുള്ള ഒരു എലിമിനേഷൻ ടെക്നിക്സ് പിന്നെയും, അല്ലെങ്കിൽ എന്താ പറയാ, ഒന്നറിഞ്ഞാലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50-50 എത്തുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ള ആ ഒരു കുറച്ചെങ്കിലും ഒരു ആശ്വാസമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു 7 ചോദ്യങ്ങളായിരുന്നു. 7% അല്ലെങ്കിൽ 7 ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു ഓവറോൾ ക്വസ്റ്റ്യന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, 4 ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ആ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, മോണോട്ടോണസ് ആയിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻ. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് UPSCയുടെ സെറ്റ് എ ആണ്. പേപ്പർ സെറ്റ് എയില് ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താണ്, പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു പ്യുവർ റാഷണാലിറ്റിയുടെ ബേസിൽ എല്ലാത്തിനെയും വളരെ എന്താ പറയുക ഒബ്ജക്റ്റീവ് അനാലിസിസ് നടത്തിയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു എൻറ്റയർ സെഷൻ എന്ത് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുള്ളത്, കാരണം അത്രത്തോളം റിസർച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത്രത്തോളം എഫേർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു ടീം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ സെറ്റ് എ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിക്ക് ദി ആൻസർ ടൈപ്പ് ആയിരുന്നു. ദെൻ അസർഷൻ റീസൺ എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, ദെൻ ബോത്ത് 1 and 2 ടൈപ്പിൽ വന്നത് ഈ ഒരു ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, സോ എങ്ങനെയായിരുന്നു ഒരു ചോദ്യത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ആ ചോദ്യത്തിന്റെ നമ്പറിനനുസരിച്ച് തന്നെ ഒരു എന്താ പറയാ
ഡിക്രീസിങ് ഓർഡറിൽ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ റിസൾട്ട് എന്തായാലും UPSCയുടെ ഈ ഒരു പാറ്റേൺ ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ടഫ്നെസ് ചേഞ്ച്, ഈ ഒരു മൊണോട്ടോണസ് നേച്ചർ ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ട്, അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ ആ ഒരു ഇമ്പാക്ട് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്നത് ഇതൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതായത് UPSC ആസ്പിറൻസിന്റെ മൈൻഡിൽ ഡെഫിനറ്റ്ലി ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്തു. കാരണം അതുവരെ നമ്മൾ പഠിച്ചു വന്ന പാറ്റേണിൽ നിന്നും പുതിയൊരു പാറ്റേൺ പെട്ടെന്ന് കണ്ട സമയത്ത് അതുമായിട്ട് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റി, ഒന്ന് ചേഞ്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടൈം ഗ്യാപ്പ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം UPSC സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിനേഷൻ ഓരോ ആസ്പിറന്റിനും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറിൽ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം കാണുന്ന സമയത്ത് ആ ഒരു എക്സാം എൻവറോൺമെന്റിൽ നിന്നിട്ട് എല്ലാവരും ഇതേപോലത്തെ സിറ്റുവേഷനിലായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആ ഒരു നോർമൽ തിങ്കിങ് നമുക്ക് വരാതെ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആസ്പിറൻസ് ഒരു പ്രഷർ മൈൻഡിലേക്ക് മാറിപ്പോവാണ് ചെയ്തത്. അപ്പം ഇവിടെ അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇനി 2024 ഇതേ ഒരു പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിറ്റുവേഷൻ മാനേജ്മെന്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള ആളുകൾക്കും ഈ ഒരു പേപ്പർ സർപ്രൈസ് ആയിരുന്നു. ആരും പ്രെഡിക്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നില്ല ഇതെന്ന് പറയുന്നത്, ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്ത് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്തെടുത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം, ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യാണ് ചെയ്യേണ്ടത്. ദെൻ അടുത്തെന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ചില ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ആൻസർ എടുക്കുന്നതിന് ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. ഇന്നതായിരുന്നു അതിന്റെ ഉത്തരം അല്ലെങ്കിൽ ഇന്നതായിരുന്നു അതിന്റെ ചോദ്യം എന്ന് പറയാൻ എന്തുണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനത്തെ ചോദ്യങ്ങളിൽ, അങ്ങനത്തെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡെസിഷൻ മേക്കിംഗ് ആയിരുന്നു മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളിലേക്ക് ലക്ക് ഫാക്ടർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മേജർ ഡിറ്റർമിനിങ് ഫോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ ആയിട്ട് ഈ പറയുന്ന ലക്ക് എന്ന് പറയുന്നത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടും ഈ പറയുന്ന ലക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു റിസൾട്ട് ഞാൻ പറയുന്നത് 2023 ആ ഒരു പേപ്പറിന്റെ റിസൾട്ടിൽ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ അവിടെ വന്നു. അതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് ആയിരുന്നെങ്കിൽ അതിന്റെ കൂടെ ലക്ക് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഫാക്ടറും കൂടെ, ഭാഗ്യം കൂടെ വേണം എന്നൊരു ഫാക്ടർ എന്ത് ചെയ്തു, അവിടെ ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു, UPSCയുടെ മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒരുപക്ഷെ UPSCയും ആഗ്രഹിച്ചിരുന്നത് അതായിരിക്കണം. അതായത് എല്ലാ വർഷവും ഒരു സെയിം കാറ്റഗറിയിൽ നിന്ന്, അതായത് ഒരു ഹോമോജനസ് ആയിട്ടുള്ള ആളുകൾ മാത്രം പ്രിലിംസ് ക്ലിയർ ചെയ്ത് വരുന്നു. ഇതിനെന്ത് ചെയ്യണം, ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു ന്യൂ കാറ്റഗറി ഓഫ് ആളുകൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ട് വേണം എന്ന് UPSCക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് ഈ ഒരു ഫാക്ടർ എന്ത് ചെയ്തത്, ലക്ക് ഫാക്ടറിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് UPSC എന്ത് ചെയ്തത്, ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അതിന് എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ഈ പറയുന്ന പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഒരു ഫാക്ടറാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ഓക്കെ ഈ പേപ്പർ ടഫ് ആണ്, ഈ രീതിയിലാണ് എന്ന് ആ ഒരു ക്യൂബ് തിങ്കിങ്ങിൽ പെട്ടെന്ന് അഡാപ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പേപ്പർ കുറെ കൂടെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, പ്രിലിംസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ടേക്ക് അവേ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ടേക്ക് അവേ എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തത് ടെസ്റ്റ് സീരീസുകൾക്കുള്ള ഇമ്പോർട്ടൻസ്. ആ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഒരു നോർമൽ മോഡൽ അല്ല, പ്രോപ്പർ ആയിട്ടുള്ള എക്സാം മോഡൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കണം. ടൈം ബൗണ്ട് ആയിട്ട് ഇപ്പൊ 2 മണിക്കൂർ 2 ഹവർ ആണെങ്കിൽ 2 അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർ ടൈം പീരീഡിൽ നിന്നുകൊണ്ട് ആ ഒരു എക്സാം പ്രഷർ അനുഭവിച്ചുകൊണ്ട്, അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യരുത്, 1 മണിക്കൂർ എക്സാം എടുത്തിട്ടൊന്ന് എഴുന്നേറ്റ് പോകുക, അതൊന്നും നടക്കരുത്. എങ്ങനെയാണോ എക്സാം കണ്ടീഷൻ നിൽക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതും ഇഫ് പോസിബിൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതല്ലാതെ, ഞാൻ ഈ പറയുന്ന സമയത്ത് ഒരു ഡിസ്ക്ലൈമറും കൂടെ വെക്കുകയാണ്. അതിനർത്ഥം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെസ്റ്റ് സീരീസുകൾക്ക് പോയി ജോയിൻ ചെയ്യണം എന്നല്ല. ഇഫ് പോസിബിൾ നിങ്ങൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പരിചയപ്പെടുക. ഓക്കെ, ഫെമിലിയറൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സെൽഫ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് മേക്ക് ചെയ്യുക. എന്നിട്ട് അതിന് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക. ഇതിന് ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു സീരീസിന്റെ തുടക്കമാണ്. ഇനി ഓരോ സെഷനിലും നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻ പെർട്ടിക്കുലർലി എടുത്തിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ ഓവറോൾ സ്ട്രക്ചറിൽ ഓരോ ടൈപ്പ്, ഓരോ കാറ്റഗറിയിൽ വരുന്ന സമയത്ത് വരുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യുക. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു സെറ്റ് ഓഫ് പാറ്റേൺ ഉണ്ടായിരിക്കും. ആ പാറ്റേൺ ആയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫെമിലിയറൈസ് ആവുന്നത്. ഒരു 2 or 3 ടൈപ്പ് ഓഫ് പാറ്റേൺ ആയിട്ട് നിങ്ങൾ ഫെമിലിയറൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടെ എന്തായിരിക്കും,
ഒരു ഡൈവേഴ്സ് തിങ്കിങ് വരും, ഒരു മൾട്ടി ഡയമെൻഷണൽ തോട്ട് അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ് പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, UPSCയുടെ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞൊരു ഇഷ്യൂ ആയിരുന്നു, ഈ പറയുന്ന രീതിയിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇത് 2023 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് ഫോണ. തന്നിരിക്കുന്ന ഫോണ അല്ലെങ്കിൽ എന്താ പറയുക, ജീവികൾ എന്ന് പറയുന്നത് ലയൺ ടൈൽഡ് മെക്കാക്ക്, സിംഹവാലൻ കുരങ്ങ്, മലബാർ സിവറ്റ്, ദെൻ സാമ്പാർ ഡിയർ. ഈ പറയുന്ന 3 എണ്ണത്തിനാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ഓഫ് ദി എബോവ് ആർ ജനറലി നോക്ടേണൽ. ഇതിൽ നോക്ടേണൽ ആയിട്ടുള്ള ആനിമൽസ് ഏതാണ്, ഓർ മോസ്റ്റ് ആക്റ്റീവ് ആഫ്റ്റർ സൺസെറ്റ്. ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു എൻവയോൺമെന്റ് എക്കോളജി പഠിച്ച് അത്യാവശ്യം ഒരു അവയർനെസ് ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും മലബാർ സിവറ്റ് ഡെഫിനറ്റ്ലി ആൻസറിൽ ഉണ്ടായിരിക്കണം. ദെൻ ലയൺ ടൈൽഡ് മെക്കാക്ക് ഉണ്ടാവാൻ പാടില്ല, കാരണം സിംഹവാലൻ കുരങ്ങിന്റെ ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പകലാണ്. എന്നാൽ മലബാർ സിവറ്റിന്റെ നമ്മൾ മോസ്റ്റ്ലി കാണാറുള്ളത് നൈറ്റ്, രാത്രിയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുക, ഇത് 2022 അല്ലെങ്കിൽ 2021 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് പറയുന്നത് 1 2 2 3 ദെൻ 1 3 1 2 3 ഈ രീതിയിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്കറിയാം ലയൺ ടൈൽഡ് മെക്കാക്ക് ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഇവിടെ 2 and 3 എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരമായിട്ട് മാറുമായിരുന്നു. അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല തന്നിട്ടുള്ളത്. ലയൺ ടൈൽഡ് മെക്കാക്ക് ഇല്ല എന്ന് നമുക്കറിയാം, മലബാർ സിവറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാലും സാമ്പാർ ഡിയർ ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ വന്നു നിൽക്കുന്നത് ഓൺലി 1 അല്ലെങ്കിൽ ഓൺലി 2. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ വന്നു നിൽക്കുന്നത്. ഇതല്ല ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡെഫിനറ്റ്ലി എന്തായിരിക്കും, എക്സാം ഹാളിൽ നമ്മൾ നിന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഏതൊരു ആസ്പിറന്റും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഡിയർ എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു നൊക്ടേണൽ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനെ എന്താ പറയാറ്, നൊക്ടേണൽ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട്, ഈ പറയുന്ന ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്തിട്ട് 1 പെയർ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇറങ്ങിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്താണ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇതിൽ സാമ്പാർ ഡിയർ, മറ്റേത് രണ്ടും നമുക്ക് കൺഫേം ആണ് ഏതാണ് നൊക്ടേണൽ എന്ന് വരുന്നത്. ഇപ്പം ഇതിൽ മലബാർ സിവറ്റ് നൊക്ടേണൽ ആണെന്നും ഇതല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ആണ്. ദെൻ സാമ്പാർ ഡിയർ നൊക്ടേണൽ ആണോ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ളതിൽ ഡിഫറെന്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇപ്പം ഇതില് വേർഡ് ലാൻഡ് ട്രസ്റ്റ്, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് എന്തായിരിക്കും ഇതുപോലത്തെ സെർച്ച് റിസൾട്ട് കിട്ടും. ഏത് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് വരുന്ന സമയത്ത് സാമ്പാർ ഡിയർ ആർ ക്വയറ്റ് എലൂസീവ് ആൻഡ് ആർ മോസ്റ്റ് ആക്റ്റീവ് അറ്റ് ഡസ്ക് ആൻഡ് അറ്റ് നൈറ്റ്. അറ്റ് ഡസ്ക്, ഡസ്ക് എന്ന് പറയുന്നത് എന്തല്ല, നൈറ്റ് അല്ല. ദെൻ ആൻഡ് നൈറ്റ് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഒരു സെർച്ചിൽ കാണിക്കുന്നത് എങ്ങനെയാണ്, സാമ്പാർ ആർ മേജർലി നൊക്ടേണൽ ആൻഡ് ക്രപ്പസ്കുലർ. ക്രപ്പസ്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് അറ്റ് ഡൗൺ ആൻഡ് ഡസ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് നൊക്ടേണൽ ആണോ അല്ലേ എന്നുള്ളതിന് ഒരു കൺഫേം ആയിട്ട് നമുക്കൊരു ഉത്തരം എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ചോദ്യത്തിലും അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ലാസ്റ്റ് പാർട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഹൗ മെനി ഓഫ് ദി എബോ ആർ ജനറലി നൊക്ടേണൽ. ജനറലി നൊക്ടേണൽ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, ഇത് നൊക്ടേണൽ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇറ്റ്സ് മേജർലി നൊക്ടേണൽ എന്ന് പറയുന്ന സമയത്ത് സാമ്പാർ ഡിയർ നൊക്ടേണൽ ആണ് എന്ന് നമുക്ക് പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിന്റെ രണ്ടാമത്തെ ഒരു സ്ഥാനം കൂടെ വായിച്ചു നോക്കുക, മോസ്റ്റ് ആക്റ്റീവ് ആഫ്റ്റർ സൺസെറ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ മലബാർ സിവറ്റിനെ പോലെ, ഇപ്പൊ മലബാർ സിവറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 12 മണി 1 മണി 2 മണി ഈ സമയത്തൊക്കെ എന്തായിരിക്കും മോസ്റ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അനിമൽ ആണ്. അത്രത്തോളം നൊക്ടേണൽ ബിഹേവിയർ ആര് കാണിക്കുന്നില്ല, സാമ്പാർ ഡിയർ കാണിക്കുന്നില്ല. അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഇസ് എ ക്രിപ്പസ്കുലർ ആനിമൽ എന്ന് പറയുന്നുണ്ട്. മോസ്റ്റ്ലി ആക്റ്റീവ് അറ്റ് ഡൗൺ ആൻഡ് ഡസ്ക് ആണ്. അതായത് സൂര്യോദയത്തിന്റെ ആ ഒരു സമയത്തും സൂര്യാസ്തമയത്തിന്റെ സമയത്തുമാണ് ഈ പറയുന്ന സാമ്പാർ ഡിയർ മോസ്റ്റ് ആക്റ്റീവ് ആകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണ്, ഈ പറയുന്ന പകൽ സമയത്താണ് എന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും പറയാം, കുറെ കൂടെ വെളിച്ചമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആനിമൽസ് പ്രിഡേറ്റേഴ്സിന്റെ എന്തായിരിക്കും, ത്രെട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ രാത്രി ആവുന്ന സമയത്തും ഡേഞ്ചർ കൂടുതലാണ്. അതുകൊണ്ട് മോസ്റ്റ്ലി ഇത് ആക്റ്റീവ് ആവാറുള്ളത് ഈ പറയുന്ന സണ്ണിന്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് കുറവുള്ള സമയമായിട്ടുള്ള ഡൗൺ ആൻഡ് ഡസ്ക് ടൈമിലാണ്. അപ്പൊ ഇതിന് നമ്മൾ എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും, നൊക്ടേണൽ ആണെന്നോ അല്ല എന്നോ നമുക്ക് ആസ്വദിച്ച്
ഒരു കൺക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റില്ല ഈവൻ ആഫ്റ്റർ ദി എക്സാമിനേഷൻ. കാരണം ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ രണ്ട് രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഓൺലി 1 കൊടുത്തതും ഓൺലി 2 കൊടുത്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. ഓക്കെ, സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആൻസർ കീ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യമാണ്, ഇത് 2023 ചോദ്യം ആയിരുന്നില്ല, ഇത് 2021 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബട്ട് എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ ദി നേച്ചർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ മോസ്റ്റ് ലൈക്ലി ടു ബി ഫൗണ്ട് സർവൈവിംഗ് ഓൺ എ സർഫസ് വിത്തൗട്ട് സോയിൽ. സോയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ സോയിൽ അല്ലാത്ത സർഫസുകളിൽ സർവൈവ് ചെയ്യുന്നത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ പറയുന്നത് ഒന്ന് ഫേൺ ആണ്, രണ്ടാമത്തത് ലൈക്കൺ ആണ്, മൂന്നാമത്തത് മോസ് ആണ്, ദെൻ മഷ്റൂം ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് വീണ്ടും ഒരു അനാലിസിസ് എടുക്കാം. ഇതിപ്പോ ഡെഫിനറ്റ്ലി ഒരു ബയോളജി അല്ലെങ്കിൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ ടേംസ് ആയിട്ട് അവർ ഫെമിലിയറൈസ് ആയിട്ടുണ്ടാവും. ഫേൺസ് എന്താണ്, ലൈക്കൺസ് എന്താണ്, മോസ് എന്താണ്, മഷ്റൂം എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പം വിറ്റക്കറുടെ 5 ക്ലാസിഫിക്കേഷൻസും അതിൽ വരുന്ന ഈ പറയുന്ന പ്ലാൻ കിങ്ഡം അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു ആർട്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് കരുതുക. അവർക്ക് ആസ് സച്ച് ഈ ടേംസ് ഒന്നും പരിചയമില്ല. പിന്നെയും ഇതിൽ അവർക്ക് കുറെ കൂടെ പരിചയമുള്ളത് ഈ പറയുന്ന മഷ്റൂം ആണ്. ഓക്കെ, ഇനി മഷ്റൂം മാത്രം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്, ക്യാൻ മഷ്റൂം സർവൈവ് വിത്തൗട്ട് സോയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഒരുപാട് മഷ്റൂംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സോയിൽ അല്ലാത്ത സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലിവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. സോ മഷ്റൂംസ് എന്നത് ജനറൽ കാറ്റഗറിയാണ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് മഷ്റൂമിനെ അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പം ക്യാൻ മഷ്റൂംസ് സർവൈവ് ഓൺ എ സർഫസ് വിത്തൗട്ട് സോയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അല്ലെ. മഷ്റൂംസിന് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് 2021 ഈ ഒരു ക്വസ്റ്റ്യൻ കോൺഫ്ലിക്റ്റിംഗ് ആയില്ല എന്നതിന് കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് പെയർ ടൈപ്പ് അല്ല, മറിച്ച് എന്താണ് കറക്റ്റ് ആയിട്ട് 1, 2, 1, 3 ഈ രീതിയിലുള്ള എന്താ പറയാ പെയർ, ഐ മീൻ ഈ രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. അപ്പൊ ഇതിൽ നോക്കുക, ഇപ്പൊ മഷ്റൂംസ് ഞാൻ പറഞ്ഞ മാതിരി ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ എന്ത് ചെയ്യും, മഷ്റൂം പിക്ക് ചെയ്യും. എന്നിട്ട് ആദ്യം എലിമിനേറ്റ് ചെയ്യുന്നത് ഈ 2 ഓൺലിയും 2 and 3 എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന എ ആൻഡ് ഡി എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, കാരണം 4 വരുന്നത് ഈ പറയുന്ന 2 ഓപ്ഷൻസിൽ മാത്രമാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അതായിരിക്കും പിക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ഇഷ്യൂ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യരുത്. ഇനി നമുക്കൊരു ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ അത്യാവശ്യം നോളജ് ഇൻഫർമേഷൻ ഉള്ള ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഫേൺസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, സർവൈവ് ചെയ്യണമെങ്കിൽ സോയിൽ വേണം. കാരണം ഇതിൻ്റെ കുറെ കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള എന്താ പറയുക വാസ്കുലർ സിസ്റ്റംസ് ഒക്കെയാണ് ആർക്കുള്ളത്, ഫേൺസിനുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി അതിന് സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സോയിൽ വേണം. എന്നാൽ ലൈക്കൻസ് നമുക്കറിയാം ഈ പറയുന്ന വീടുകളുടെയും അല്ലെങ്കിൽ എന്താ പറയുക പാറയുടെ ഒക്കെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പ്രൈമറി സക്സഷൻ അല്ലെങ്കിൽ പ്രൈമറി സക്സഷന്റെ ഒരു മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് ലൈക്കൻസും ഈ പറയുന്ന മോസസ് ഒക്കെയാണ്. ഡെഫിനറ്റ്ലി ദേ ക്യാൻ സർവൈവ് ഓൺ എ സർഫസ് വിതൗട്ട് സോയിൽ. ഓക്കെ, അപ്പൊ 2 and 3 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്താ പറയുന്നത് ഓപ്ഷനിൽ ഉണ്ടായിരിക്കണം. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സി ആണ്. ഓക്കെ, സോ അതേസമയം ഇവിടെ 2, 3, 4 എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കോൺഫ്ലിക്റ്റിംഗ് ആയനെ. കാരണം അങ്ങനെ വരുന്ന സമയത്ത് ഓപ്ഷൻ എന്തായിട്ട് മാറും, 2, 3, 4 ആയിട്ട് മാറും. കാരണം 4 എന്ന് പറയുന്നത് എന്താണ്, വിത്തൗട്ട് സർഫസ് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു ബീങ് ആണ്. ഓക്കെ, മഷ്റൂം എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. സോ ആ ഒരു കാറ്റഗറിയിൽ നോക്കുന്ന സമയത്ത് മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത് 2, 3 and 4 ആണ്. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പെയർ ടൈപ്പിലേക്ക് മാറ്റുമെന്ന് വിചാരിക്കാം. ഓൺലി 1 പെയർ കറക്റ്റ്, 2 പെയർ കറക്റ്റ്, 3 പെയർ കറക്റ്റ്, 4 പെയർ കറക്റ്റ് എന്നാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ കൂടെ ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത് 3 പെയർ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം എന്തുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല UPSC ഇപ്പം UPSC ഇവിടെ തന്നിട്ടുള്ളത് 2 പെയർ മാത്രം കറക്റ്റ് എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. സോ ഈ രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് മാറുമായിരുന്നു. ബട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് കുറെ കൂടെ കൺക്ലൂസീവ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് എന്ത് ചെയ്തത് 2 and 3 എന്നൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. ഇതേ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്, സ്ക്യൂറൽസിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇന്ത്യൻ സ്ക്യൂറൽസ്. അതിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ബിൽഡ് എ നെസ്റ്റ് ബൈ മേക്കിംഗ് ബറോ ഇൻ ദ ഗ്രൗണ്ട്. അവര് ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുഴിയെടുത്തിട്ടാണ് അവരുടെ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. Then the second statement is they store their food materials like nuts and seeds in the ground. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തത് they are omnivores. They are omnivores. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം ഏതായിരിക്കും നല്ലത്. ഒരു എക്സാം എൻവോണ്ടിട്ട് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൽ ഏതായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇത് ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് സിവിൽ സർവീസിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുത്തിട്ടുള്ള ആൻസർ കീയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അതും ഇന്ത്യയിലെ മോസ്റ്റ് റെപ്യൂട്ടഡ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ ഇതിൽ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്, അതായത് ഓൺലി 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഓൺലി 1 സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം ഇതിന് വേറൊരു ഇന്റർപ്രിട്ടേഷനും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഒരു ഇന്ത്യൻ ഫോറസ്റ്റ് ഓഫീസർ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർപ്രിട്ടേഷൻ ഇതായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്ക്യൂറൽസ് എന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ സ്ക്യൂറൽസ്. ഓക്കെ, ഇന്ത്യൻ സ്ക്യൂറൽസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ത്യയിൽ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് സ്ക്യൂറൽസ് ഉണ്ട് അല്ലെ, ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ക്യൂറൽസ് വരുന്നുണ്ട്. അതിൽ ഓരോ സ്ക്യൂറൽസിനും, ഓരോ അണ്ണാനും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. ചിലത് മണ്ണിലായിരിക്കും, ചിലത് എന്തായിരിക്കും മരത്തിലായിരിക്കും, അല്ലെങ്കിൽ മരത്തിന്റെ പൊത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുണ്ടാക്കുന്നത്. ഓക്കെ, ചിലത് എന്തായിരിക്കും നട്ട്സ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മണ്ണിലായിരിക്കും സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ചിലത് എന്തായിരിക്കും മരപ്പൊത്തിലായിരിക്കും സൂക്ഷിക്കുന്നത്. അടുത്ത എന്തായിരിക്കും ഓംനിവോറസ് ആയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി എന്താണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓൾ 3 സ്റ്റേറ്റ്മെന്റ് അതും എന്താണ്, കറക്റ്റ് ആണ് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് മുമ്പോട്ടേക്ക് വെച്ചിട്ടുണ്ട്. കാരണം അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ സ്ക്യൂറൽസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇന്ത്യൻ ബേർഡ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ കാറ്റഗറി ഓഫ് ബേർഡ്സും വരും. ഓക്കെ, സോ ഇന്ത്യൻ ബാറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ഏത് ബാറ്റിനാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക, ഏത് വവ്വാലിനാണ്, ഏത് വവ്വാല് വേണമെങ്കിലും എടുക്കാമല്ലോ. സോ അങ്ങനെ തന്നെ ഇന്ത്യൻ സ്ക്യൂറൽസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ എല്ലാ സ്ക്യൂറൽസും ഉൾപ്പെടും എന്നൊരു ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ കൺക്ലൂസീവ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ചെയ്യാം ഇതിന്റെ ഉത്തരം ഏതാണെന്നുള്ളത്. ഓൺലി 1 പെയർ ആണോ, ഓൺലി 2 പെയർ ആണോ, ഓൺലി 3 പെയർ ആണോ? ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, റിസർച്ച് നടത്തിയിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ലോജിക്കൽ ആയിട്ട് ഏതാണോ വരുന്നത് അത്. ദെൻ അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഈ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത്. കൺസിഡർ ദ ഫോളോയിങ് ആക്ഷൻസ്. ഇതിൽ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, ഡിറ്റക്ഷൻ ഓഫ് കാർ ക്രാഷ് ഓർ കൊളീഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ എ ഡിപ്ലോയ്മെന്റ് ഓഫ് എയർ ബാഗ് ആൾമോസ്റ്റ് ഇൻസ്റ്റന്റേനിയസ്ലി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡിറ്റക്ഷൻ ഓഫ് ആക്സിഡന്റൽ ഫ്രീ ഫാൾ ഓഫ് എ ലാപ്ടോപ്പ് ടുവേർഡ്സ് ദ ഗ്രൗണ്ട് വിച്ച് റിസൾട്ട്സ് ഇൻ ഇമ്മീഡിയറ്റ് ടേണിംഗ് ഓഫ് ദി ഹാർഡ് ഡ്രൈവ്. ദെൻ അടുത്തത്, ഡിറ്റക്ഷൻ ഓഫ് ദ ടിൽറ്റ് ഓഫ് എ സ്മാർട്ട് ഫോൺ വിച്ച് റിസൾട്ട്സ് ഇൻ റൊട്ടേഷൻ ഓഫ് ഡിസ്പ്ലേ ബിറ്റ്വീൻ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ്. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പം ഇവിടെയും നമ്മൾ ഇതിന്റെ മുമ്പത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ, അല്ലെങ്കിൽ എന്താ പറയാ, UPSC ഹാക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രിലിംസ് ഹാക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെയിം കാറ്റഗറി അല്ലെങ്കിൽ ഒരു സെയിം നേച്ചർ എക്സിബിറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു ഗ്രൂപ്പ് ആക്കണം. അല്ലെങ്കിൽ അതിനെന്തായിരിക്കും, മോസ്റ്റ്ലി അത് സെയിം ആവാൻ അല്ലെങ്കിൽ അത് ട്രൂ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റിന് ഒരേ സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് വരുന്നതായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻ, റൈറ്റ് ആൻസർ എന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ഓൾമോസ്റ്റ് എന്താണ്, സെയിം ആണ്. ഒന്ന് കാറിന്റെ കേസാണ്, രണ്ടാമത്തത് ഈ പറയുന്ന ലാപ്ടോപ്പ് ആണ്. രണ്ടും ഫോൾ ചെയ്യുന്നുണ്ട്, ആക്സലറേഷൻ വരുന്നുണ്ട്. ആക്സലറേഷൻ പെട്ടെന്ന് കൂടുന്നത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു ആക്ഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി 1 and 2 എന്തായാലും ഉത്തരത്തിൽ നിൽക്കുന്നുണ്ട്. 1 and 2 ഇതിൽ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ലോജിക് അപ്ലൈ ആണെങ്കിൽ 1 and 2 എത്താം. അപ്പൊ നമുക്ക് അപ്പോഴും കൺഫ്യൂഷൻ ആണ്, 2 പെയർ ആണോ അല്ലെങ്കിൽ 3 പെയർ ആണോ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മൾ മൂന്നാമത്തതിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ഒരു ടെക്നോളജിക്കൽ നോളജ് അല്ലെങ്കിൽ ഫിസിക്സിലൊക്കെ ഒരു നോളജ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ ഈ പറയുന്ന തേർഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ജൈറോസ്കോപ്പിനെ കുറിച്ചിട്ട് എന്തുണ്ടായിരിക്കും, അറിവുണ്ടായിരിക്കും. അപ്പൊ ജൈറോസ്കോപ്പ് ആണ് ഈ പറയുന്ന ആംഗുലാർ ടിൽറ്റ് എന്ത് ചെയ്യുന്നത്,
അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിവൈസസിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് അയാൾക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവുണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ജൈറോസ്കോപ്പിന്റെ സെൻസേഴ്സ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കാണാം. അപ്പം ഈ ജൈറോസ്കോപ്പിന്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സെൻസ് ദ ആംഗുലർ റൊട്ടേഷണൽ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ജൈറോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ജൈറോസ്കോപ്പ് സെൻസർ ഉണ്ട്, അത് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന റൊട്ടേഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന്റെ അകത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ ഹൗ മെനി ഓഫ് ദി എബോ ആക്ഷൻ ഇസ് ദി ഫംഗ്ഷൻ ഓഫ് ദി ആക്സിലറോമീറ്റർ റിക്വയർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിക്വയർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തത് മോസ്റ്റ് പ്രോബ്ലി എന്ത് ചെയ്യും, മൂന്നാമത്തത് മോസ്റ്റ് പ്രോബ്ലി ചിലർ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. പക്ഷേ ഇതിന് വീണ്ടും നമ്മൾ റിസർച്ച് നടത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്സിലറോമീറ്ററിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുത്തിട്ടാണ് ഈ പറയുന്ന ജൈറോമീറ്റർ എന്ത് ചെയ്യുന്നത് ഫൈനലായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ആക്സിലറോമീറ്ററിന്റെ ഒരു ഹെൽപ്പ് റിക്വയർഡ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പറയുന്ന തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ആസച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളതല്ല, ഈ പറയുന്ന ജൈറോമീറ്ററിനെ അല്ലെങ്കിൽ ജൈറോ സെൻസറിനെ ഡിപ്പെൻഡ് ചെയ്യണോ വേണ്ടേ എന്ന കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത്. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസിഷൻ മേക്കിംഗിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ലക്ക് ഫാക്ടർ ആണ്. അപ്പൊ ആ സമയത്ത് അയാൾക്ക് തോന്നുകയാണ് ഓക്കെ ആക്സിലറോമീറ്ററും കൂടെ ഉണ്ടാവുമായിരിക്കാം, ജൈറോമീറ്റർ ഉണ്ട് എന്നാലും ആക്സിലറോമീറ്റർ ഉണ്ട് എന്നുള്ള രീതിയിൽ 3 പെയർ കുത്തിയ ആളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് എന്തായിരിക്കും, ശരിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ വേറൊരാൾക്ക് തോന്നുകയാണ് എല്ലാം ടെക്നോളജി അല്ലേ, അപ്പൊ ആക്സിലറോമീറ്ററിന്റെ ഹെൽപ്പ് ഇതിന് എല്ലാത്തിനും വേണ്ട വരും എന്നുള്ള രീതിയിൽ ഓൾ 3 പെയർ കൊടുക്കുന്ന ഒരാൾക്കും ഈ ഉത്തരം ശരിയായിട്ട് വരും. എന്നാൽ ജൈറോസ്കോപ്പിനെ കുറിച്ചും അതിന് ഈ പറയുന്ന സ്മാർട്ട് ഡിവൈസസിലുള്ള അതിന്റെ ഒരു റോളും അറിയുന്ന ഒരാൾക്ക് ഈ ആൻസർ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു 2023 വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു പേപ്പർ ഒരുപാട് ടഫ് ആയിരുന്നു. നമുക്ക് അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു അവിടുത്തെ റിയൽ ചാലഞ്ച് എന്ന് പറയുന്നത്, ആ പേപ്പറിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ എന്നുള്ളത്. ഇതിന്റെ ബേസിലാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്രോച്ച് എന്തായിരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ 2022 വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒപ്റ്റിമം നമ്പർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ചാടി കയറിയിട്ട് എന്ത് ചെയ്യരുത്, ഒരു 99 അല്ലെങ്കിൽ 95+ ഞാൻ അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ 1 പെയർ ആൻഡ് 2 പെയറിലൊക്കെ ഏതെങ്കിലും ബ്ലൈൻഡ് ആയിട്ട് കുത്തുന്നത് എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. റാഷണലൈസ് ചെയ്യണം നിങ്ങളുടെ അറ്റംപ്റ്റ്, കുറെ കൂടെ എന്ത് ചെയ്യണം, ഒപ്റ്റിമൈസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, നമ്മുടെ ബാക്കി ഇനിയുള്ള കണ്ടിന്യൂസ് സെഷനിൽ എന്തായിരിക്കും പറയും, അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തണം എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഒരു കാംനെസ് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കാം ആയിട്ട് ഇരുന്നിട്ട് ഓരോ ക്വസ്റ്റ്യനെയും പ്രോപ്പർ ആയിട്ടുള്ള ടൈം കൊടുത്തുകൊണ്ട് അതിലേക്ക് കംപ്ലീറ്റ് ഫോക്കസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്തെടുക്കണം. അതിൽ നിന്ന് ഇൻഫർമേഷനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് ആൻസറിലേക്ക് എന്ത് ചെയ്യണം, എത്തിച്ചേരണം. അതെങ്ങനെയാണെന്നുള്ളത് പറയാം. ബട്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കാം ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, കാം ആയിട്ട് നിന്നിട്ടായിരിക്കണം ആ ഒരു പേപ്പറിന് എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫെമിലിയറൈസ് വിത്ത് ആസ് മെനി ടൈപ്പ് ആൻഡ് നേച്ചർ ആസ് പോസിബിൾ. എത്രത്തോളം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫെമിലിയറൈസ് ആവാൻ പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സെഷന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇതേ 4 ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും 2024 എന്നത് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. വേറെ 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചോദിക്കുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ എന്ത് ചെയ്യാം, ചോദിച്ചേക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും അസേർഷൻ റീസണിന്റെ എണ്ണം കൂടിയിട്ടുണ്ടാവാം. ദെൻ ചിലപ്പോൾ എന്തായിരിക്കും 2022 അല്ലെങ്കിൽ 2021 പാറ്റേൺ ഒക്കെ പോലെ 1 2 2 3 എന്നുള്ള ഈ ക്വസ്റ്റ്യൻ പാറ്റേണും ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. അപ്പൊ ഏതൊരു പാറ്റേണിലേക്കും അതിനെ മാറാം. ബട്ട് എനിവേ ഒരു ന്യൂ പാറ്റേണിലേക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആസ് മെനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് ഫെമിലിയറൈസ് ചെയ്യണം. ഇതിന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ടെസ്റ്റ് സീരീസ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുറത്തിറക്കിയിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഈ പറയുന്ന അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബട്ട് UPSCയിലെ അസേർഷൻ റീസൺ എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അസേർഷൻ റീസൺ ടൈപ്പിൽ നിന്നാണ്. ഓക്കെ, സെക്കൻഡ് മോസ്റ്റ് നോട്ട് തേർഡ് മോസ്റ്റ്. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് പെയർ ടൈപ്പ് ആണ്, രണ്ടാമത് പിക് ദി ആൻസർ ആണ്, മൂന്നാമത് വരുന്നത് അസേർഷൻ റീസൺ ആണ്. അതും കൺസിഡറബിൾ എമൗണ്ട്, ഏകദേശം 18ഓളം ചോദ്യങ്ങൾ അസേർഷൻ റീസൺ ടൈപ്പിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഓരോ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫെമിലിയറൈസ് ആവണം. കാരണം ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും ഡിഫറെന്റ് അപ്രോച്ച് ആണ് വേണ്ടത്. അതെന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഇനി പറയുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ
ഇഫ് പോസിബിൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ടെസ്റ്റ് സീരീസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഒന്നിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഇഫ് പോസിബിൾ ഒരു 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ട് ഫെമിലിയറൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ഡിഫറെന്റ് നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് എന്ത് ചെയ്യും, ഒരു ഫെമിലിയറൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് നമ്മുടെ അപ്രോച്ച് 2024, കാരണം നമുക്ക് ഈ ഒരു അപ്രോച്ച് പറയണമെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും നേരം ചെയ്തത് നമ്മളൊരു ജനറൽ അനാലിസിസ് പറഞ്ഞത്. ഇനി നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കണം? അപ്പൊ നമുക്കറിയാം 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മേജർലി 4 അപ്രോച്ച് ആണ് വേണ്ടത്. അതായത് ഓരോ ക്വസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള 4 ഡിഫറെന്റ് അപ്രോച്ചസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ദെൻ അതേസമയം തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അതായത് പാറ്റേൺസ് മേ ചേഞ്ച്, ബട്ട് അറ്റ് ദ സെയിം ടൈം 90% നമുക്ക് ഷുവർ ആണ് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയായിരിക്കും 2024 ഫോളോ ചെയ്യാൻ പോകുന്നത്. കാരണം UPSC ആ ഒരു സിഗ്നൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു 2022 വരെ. ഓക്കെ, 2022 നമുക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു, പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പാറ്റേൺ ചേഞ്ച് വരാൻ പോകാന്നുള്ളത്. അത് 2023 എന്ത് ചെയ്തു, അവർ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി ഒരു 2-3 വർഷത്തേക്ക് എന്ത് ചെയ്യും, ഈ ഒരു പാറ്റേൺ ആളുകൾ എങ്ങനെ മാനേജ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ആളുകൾ മാസ്റ്ററായി വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വീണ്ടും എന്ത് ചെയ്യും, UPSC ചേഞ്ച് ചെയ്യും. ബട്ട് ഇമ്മീഡിയറ്റ്ലി 2023 ആ ഒരു പാറ്റേൺ ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതൊരു റാഷണൽ ആണ്. UPSCയുടെ പ്രീവിയസ് റെക്കോർഡ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രീവിയസ് ആ ഒരു ഹിസ്റ്ററി, എക്സാം പാറ്റേണിന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആ ഒരു അനാലിസിസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പാറ്റേൺ ആസ് എന്താ പറയുക, ചേഞ്ച് ചെയ്യാൻ സാധ്യതയില്ല. ബട്ട് എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഇൻ കേസ് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഈ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് ഒരുപാട് കൺഫ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആക്യുറേറ്റ് ആൻസറിലേക്ക് എത്തുന്ന സമയത്ത് അത് ഒരുപാട് കോൺഫ്ലിക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു നമ്പർ, അതിപ്രസരം ചിലപ്പോൾ എന്ത് ചെയ്യാം, കുറഞ്ഞേക്കാം. ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ചേഞ്ച് ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഡിഫറെന്റ് പാറ്റേണുകളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ദെൻ അഡാപ്റ്റബിലിറ്റി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ടെസ്റ്റ് സീരീസ് എടുക്കാമെന്ന്. കാരണം ഒരേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് നിങ്ങൾ അഡാപ്റ്റ് ആയി. ഓക്കെ, അപ്പം പുതിയൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതല്ലല്ലോ ഞാൻ പ്രാക്ടീസ് ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, അതുകൊണ്ട് ഒരു 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ടും ഓരോ മെത്തേഡും ഓരോ നേച്ചറായിട്ടും നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആ ഒരു അഡാപ്റ്റേഷൻ ഡെഫിനറ്റ്ലി ഒരു ന്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് UPSC നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ്, ഈ പറയുന്ന ഫാക്ട് ആൻഡ് നോളജിൽ നിന്ന് അത് ഒരുപാട് എന്ത് ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് UPSC മാറിയിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി മെയിൻസിനൊക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ, മെയിൻസിന് നമുക്ക് കുറെ കൂടെ വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അനാലിസിസ് ആണ്. ഇത് കുറെ കൂടെ പ്രിലിംസിലേക്ക് വരുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ കൂടെ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെയും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന്റെ ബേസ് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇഫ് പോസിബിൾ നിങ്ങൾക്ക് ഒരു എക്സാം അനലിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കുക. പ്രോപ്പറായിട്ട് ഓരോ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു സ്ട്രാറ്റജി അനാലിസിസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓരോ ക്വസ്റ്റ്യൻ ഇപ്പൊ ഒരു ഡിഫറെന്റ് 10 അല്ലെങ്കിൽ ഒരു 15 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഈ ഓരോ ക്വസ്റ്റ്യനും ഈ രീതിയിലായിരിക്കണം നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു എക്സാം ടൈമിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇരുന്നിട്ട് ഇത് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഡെഫിനറ്റ്ലി ബാക്കിയുള്ളവരിൽ നിന്നൊരു എഡ്ജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ കുറെ കൂടെ കാം ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ തോട്ട് പ്രോസസ് കുറെ കൂടെ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കുറെ കൂടെ കാം ആകുന്ന സമയത്ത് നിങ്ങൾ കുറെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും, കുറെ കൂടെ കറക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ അടുത്തത് പിക്ക് ദി ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ജനറലി അതിന്റെ ഒരു ടഫ്നെസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇന്റർ ഡിസിപ്ലിനറി ആയിരുന്നു, അതേപോലെ തന്നെ ക്രോസ് തിങ്കിങ് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ചോദ്യം. ഓക്കെ, ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ അടുത്ത എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ അത് എങ്ങനെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന് നോക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിനടുത്തത് കുറെ കൂടെ ഒരു വൈഡർ റീഡിങ്ങും അതേപോലെ തന്നെ എന്ത് വേണം, റിവിഷനും വേണം. കൺസെപ്റ്റുവൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ കൺസെപ്റ്റുവൽ ക്ലാരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കുറെ കൂടെ ഒരു വൈഡർ റീഡിങ് അല്ലെങ്കിൽ ഒരു ജനറൽ അവയർനെസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതും കൂടെ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള രീതിയിലേക്ക് UPSC പാറ്റേൺ മാറിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യും, മനസ്സിലാക്കുക.
പിന്നെ വരുന്നൊരു കാര്യമാണ് ഈ പറയുന്ന PYQ അനാലിസിസ്. ഓക്കെ, ഡെഫിനറ്റ്ലി PYQ അനാലിസിസ് എടുക്കണം. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, PYQയുടെ ആ ഒരു ടോപ്പിക്സ് പഠിച്ചു പോവുക, കാരണം അതേ ടോപ്പിക്സ് നിന്ന് വീണ്ടും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സോ ആ രീതിയിലായിരുന്നു പഠിച്ചു പോയത്. കാരണം 2017-ലും 2018-ലും സെയിം ക്വസ്റ്റ്യൻ, ബുദ്ധിസത്തിനെ കുറിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് വരുന്ന ഇയറുകളിൽ സെയിം ടോപ്പിക്കുകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബുദ്ധിസത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരേ തീമിൽ നിന്ന്, അതായത് തീം ബേസ്ഡ് സ്റ്റഡി എന്നതായിരുന്നു എന്ത് ചെയ്തത് ഈ ഒരു 2018 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. ഇനി ഈ പറയുന്ന തീം ബേസ്ഡ് സ്റ്റഡിയിൽ നിന്നും ഇതിന്റെ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ബേസ്ഡ് സ്റ്റഡീസിലേക്ക് എന്ത് ചെയ്യണം, മാറണം. PYQ അനാലിസിസ് അതിന്റെ നേച്ചർ, സ്ട്രക്ചർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, ഇതും കൂടെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, PYQ അനാലിസിസ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് ഈ PYQ അനാലിസിസ് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു ഇംപ്രൂവൈസ്ഡ് റെപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യമാണ് ഇതെന്ന് പറയുന്നത് 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ ചോദ്യം ഇതാണ്, which of the following organism perform vagal dance for others to their kin, dance for others of their kin to indicate the direction and the distance to a source of their food? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മളൊരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുക എന്താണ്, ഒരു ഓർഗാനിസം അതിന്റെ കൂടെയുള്ള മറ്റു ഓർഗാനിസംസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഈ പറയുന്ന ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഫുഡ് കളക്ട് ചെയ്യുന്ന ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സ്വഭാവം ഉള്ള സ്പീഷീസ് ആയിരിക്കണം അത്. രണ്ടാമത്തത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് എക്സിബിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക സ്പീഷീസിന്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്, ഓക്കെ, ഒരു അനിമൽ ബിഹേവിയർ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ഇൻസെക്ടിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ വരുന്ന ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ഫ്ലൈ ഇതിൽ ഏതാണെന്ന് നോക്കുക. സോ ബട്ടർഫ്ലൈസ് കമ്മ്യൂണിറ്റി ബിഹേവിയർ കാണിക്കുന്ന സ്പീഷീസുകളാണ്. ഡെഫിനറ്റ്ലി നമുക്കറിയാമല്ലോ, ബട്ടർഫ്ലൈസ് ഒക്കെ എന്ത് ചെയ്യും, ലാർജ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, മൈഗ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ചെയ്യുന്നുണ്ട്. ദെൻ ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഈ രീതിയിൽ എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തിട്ട് അവരെല്ലാവരും കൂടെ ഫുഡ് കളക്ട് ചെയ്യുന്ന ആ ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല. അത് കുറെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഒരു പഞ്ചസാര തരി വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ഉറുമ്പ് വന്ന് അത് നോക്കി പോകും. കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്തായിരിക്കും, ഒരുപാട് ഉറുമ്പുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം ഇത് കമ്മ്യൂണിറ്റി ബിഹേവിയറിന്റെ സ്വഭാവമാണ്. കാരണം അങ്ങനെയുള്ള ജീവികളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ ബാക്കിയുള്ളവരെയും കൂടെ അട്രാക്ട് ചെയ്തിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്വഭാവം കാണിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ബട്ടർഫ്ലൈക്ക് എന്തില്ല, അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. ഡ്രാഗൺ ഫ്ലൈസ് അവർക്ക് ആസ് കമ്മ്യൂണിറ്റി ലിവിംഗ് എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല. അതേപോലെ തന്നെ എന്തില്ല, ഫുഡ് കളക്റ്റീവായിട്ട് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം ഡ്രാഗൺ ഫ്ലൈസിന് ഇല്ല. ദെൻ പിന്നെ വരുന്നത് ഹണി ബി. നമുക്കറിയാം ഡെഫിനറ്റ്ലി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് നയിക്കുന്ന ഒരു സ്പീഷീസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഹണി ബീസ് എന്ന് പറയുന്നത്, അല്ലെ. തേനീച്ചകൾ എന്ത് ചെയ്യുന്നുണ്ട്, തേനീച്ചയുടെ കൂട് ഉണ്ടാക്കുന്നുണ്ട്, ഹണി എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഒരു എൻറ്റയർ ലിവിംഗ് സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ഒരു എക്കോ സിസ്റ്റത്തിൽ തന്നെ അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ഹണീബി ഈ പറയുന്ന രണ്ട് സാധനങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് ക്രൈറ്റീരിയ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാച്ച് ആവുന്നുണ്ട്. അതിനെന്തുണ്ട്, കമ്മ്യൂണിറ്റി ലിവിംഗ് കാണിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി ലിവിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ് കളക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെഫിനറ്റ്ലി വാസ്പ് എന്ന് പറയുന്നത് എന്തല്ല, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഫുഡ് കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല. കാരണം തേനീച്ചയുടെ കടന്നലിന്റെ കൂട്ടിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, തേനോ അതുപോലത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും അവർ സ്റ്റോർ ചെയ്ത് വെച്ചത് നമുക്ക് എന്തില്ല, കിട്ടാറില്ല. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ പിക് ദി ആൻസറിന് PYQ അനാലിസിസ് വേണം. ഓക്കെ, തീം ബേസ്ഡ് സ്റ്റഡി മാത്രമല്ല വേണ്ടത്. അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. ഇത് 2022 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, 2022 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കുക, certain species of which among the following organisms are well known as cultivators of fungi. അതായത് ഫംഗൈ എന്നതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇതിലെ ഏത് ഓർഗാനിസം ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ഏത് ഓർഗാനിസം ആണ് കമ്മ്യൂണിറ്റി ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാം. ഇതിൽ ഏത് ഓർഗാനിസത്തിനാണ് കമ്മ്യൂണിറ്റി ബിഹേവിയർ കൂടുതൽ.
അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഫസ്റ്റ് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക കമ്മ്യൂണിറ്റി ബിഹേവിയർ ഏറ്റവും കൂടുതൽ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഞ്ചസാര തരി കണ്ടാൽ അതിലേക്ക് എന്ത് ചെയ്യും, ബാക്കി എല്ലാവരും അത് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അതേപോലെ തന്നെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അവരെന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരു കൾട്ടിവേഷൻ നടത്തുന്ന ഓർഗാനിസംസ് ആയിരിക്കും. ഇപ്പം ഈവൻ ഹ്യൂമൻസ് തന്നെ കൾട്ടിവേഷൻ ചെയ്യാൻ കാരണം എന്താണ്, ആ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സെറ്റിൽമെന്റ് അഗ്രികൾച്ചർ, അതായത് ഹ്യൂമൻസിന്റെ സെറ്റിൽമെന്റും അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റും സൈമൾട്ടേനിയസ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ബിഹേവിയർ എന്ന് പറയുന്നത് കൾട്ടിവേഷന്റെ ക്ലോസ് റിലേറ്റഡ് ആണ്. ബാക്കി ഒന്നും ഇതിലേക്ക് വരുന്നില്ല. കോക്രോച്ച് വരുന്നില്ല, ക്രാബ് വരുന്നില്ല, സ്പൈഡർ വരുന്നില്ല, ഇതിനൊന്നും എന്തില്ല, കമ്മ്യൂണിറ്റി ബിഹേവിയർ പോലും ഇല്ല. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്യാം, റൈറ്റ്ഫുൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഒരു സിമിലർ നേച്ചർ ആൻഡ് പാറ്റേൺ തന്നെയാണ് 2023 ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യമാണ് ഇത്. Which one of the following species make a tool with a stick to scrap insect from a hole in a tree or a log of wood? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഏത് ഓർഗാനിസം ആണ് സ്റ്റിക്ക് ഉണ്ടാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ഈ മരത്തിന്റെ പൊത്തുകളൊക്കെ അല്ലെങ്കിൽ മരത്തിന്റെ തോടുകളൊക്കെ എന്ത് ചെയ്യുന്നത്, മാറ്റിയിട്ട് അതിൽ നിന്ന് ഇൻസെക്ട്സിനെ കളക്ട് ചെയ്ത് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഓർഗാനിസം ആണ് ഈ രീതിയിൽ സ്റ്റിക്കുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ രൂപത്തിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു സ്റ്റിക്ക് ആണെങ്കിൽ ഈ സ്റ്റിക്ക് എനിക്ക് പിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഫിംഗേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതായത് ഒരു സ്റ്റിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഫിംഗേഴ്സ് വേണം. അതായത് ഒരു സ്റ്റിക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ മടങ്ങുന്ന ഫിംഗേഴ്സ് എന്ത് വേണം, ആവശ്യമുണ്ട്. ആ ഒരു സിമ്പിൾ നോളജ് അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് ഓർഗാനിസംസിനാണ് ആ രീതിയിൽ പരസ്പരം, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ തള്ളവിരലും ഇതും കൂടെ ഈ രീതിയിലൊക്കെ മുട്ടിക്കാൻ പറ്റുന്ന ഓർഗാനിസം ഇതിൽ ഏതാണ് എന്നുള്ളത് നോക്കുക. ഫിഷിംഗ് ക്യാറ്റ് ഡെഫിനറ്റ്ലി എന്തില്ല, ഈ രീതിയിൽ അതിന് ഉണ്ട്, ബട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റിക്ക് ആസ് വെച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഒറാങ്ങുട്ടാൻ അവിടെ ഇരിക്കട്ടെ, ഒട്ടർ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. സ്ലോത്ത് ബിയർ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഒറാങ്ങുട്ടാൻ ആണ് എന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഗസ് ചെയ്യാം. രണ്ടാമതെന്ന് പറയുന്നത് ഇതിൽ മോസ്റ്റ് ഇന്റലിജന്റ് ആനിമൽ ഏതാന്നുള്ളത് അനലൈസ് ചെയ്യാം. ഓക്കെ, ഡെഫിനറ്റ്ലി നമുക്കറിയാം ഒറാങ്ങുട്ടാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന മങ്കി എന്ന് പറയുന്ന സ്പീഷീസ് എന്താണ്, വെരി മച്ച് സിമിലർ ടു ഹ്യൂമൻസ് ആണ്. ആൻഡ് ദേ എക്സിബിറ്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഇന്റലക്ച്വൽ ബിഹേവിയേഴ്സ്. അപ്പൊ ഡെഫിനറ്റ്ലി കുറെ കൂടെ ഇന്റലിജന്റ് ആയിട്ട്, അതായത് ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടൂൾസ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഒരു അനിമൽസിന്റെ ഇന്റലിജൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അതായത് ഒരു തത്തമ്മ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പാരറ്റ് അതല്ലെങ്കിൽ ഒരു ആന, ഇതിന്റെ ഒക്കെ എത്രത്തോളം ഇന്റലിജൻസ് ഉണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്യാറുള്ളത് അതിനെന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളൊരു ട്യൂബ് കൊടുത്തിട്ടുണ്ടാവും, ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ടാവും, ഒരു സർക്കിളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട്. കാരണം അതിന്റെ കളർ ഐഡന്റിഫൈ ചെയ്യുക, ടൂൾസ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക, ഏതിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്യുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ഇന്റലിജന്റ് ബീങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് ഒറാങ്ങുട്ടാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആസ് സച്ച് ഒരു ഇൻഫർമേഷൻ അറിയില്ലെങ്കിൽ പോലും ഈ രീതിയിൽ ഇന്റലിജന്റ് ഗസ്സിംഗ് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താം. അതിന് വേണ്ടിയിട്ട് മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് ആവശ്യമാണ്. അതിന് പ്രോപ്പർ പ്ലേസ് ചെയ്തിട്ട് ഉത്തരം ഐഡന്റിഫൈ ചെയ്യണം. സോ ഇതൊക്കെ പിക് ദി ആൻസറിൽ നമ്മൾ 2022 ചെയ്തിട്ടുള്ള അതേ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഈ ആനിമൽ ബിഹേവിയർ ബേസ് ചെയ്തിട്ട് 2022 സോറി ദിസ് വൺ വാസ് ഇൻ 2021. സോ 2021 ആനിമൽ ബിഹേവിയർ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫിൽട്ടർ ഫീഡർ? അതിൽ ആദ്യത്തേത് കാറ്റ്ഫിഷ് വരുന്നുണ്ട്, ഒക്ടോപസ് വരുന്നുണ്ട്, ഓയിസ്റ്റർ വരുന്നുണ്ട്, പെലിക്കൺ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇതിൽ ഏതോ ഒരു ഓർഗാനിസത്തിന്റെ ഒരു ബിഹേവിയർ ആണ് എന്തെന്ന് പറയുന്നത്, ഫിൽട്ടർ ഫീഡർ. അതായത് ഓഷ്യൻസിലെ വാട്ടർ അല്ലെങ്കിൽ എന്താ പറയുക വാട്ടർ എടുത്തിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ ചെയ്ത് വിടുന്നുണ്ട്. ആ ഒരു സ്പീഷീസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്പീഷീസ് ബിഹേവിയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത് 2023. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 വരെയുള്ള ഒരു കാറ്റഗറി, ഐ മീൻ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് അത് എൻഡേഞ്ചേർഡ് ആണോ, അത് ഏതൊക്കെ നാഷണൽ പാർക്കുകളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇത് കാണുന്നത്, ഏതൊക്കെ കൺട്രീസിലാണ് ഇത് കാണുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ബട്ട് ആ പാറ്റേൺ UPSC മാറ്റി എന്നതിന്റെ ക്ലിയർ സിഗ്നൽ ആണ്. അതായത് ഒരു ഓർഗാനിസത്തിന്റെ കുറെ കൂടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്കോസിസ്റ്റത്തിൽ അതിന്റെ റോൾ എന്താണ് എന്നുള്ളതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇതുണ്ടാവുമല്ലോ എക്കോസിസ്റ്റത്തിൽ അത് പ്ലേ ചെയ്യുന്ന ആ ഒരു റോളിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കുറെ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ആ രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റൂ എന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു,
ഈ പറയുന്ന UPSCയുടെ പ്രിലിംസ് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യമാണ്, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീജിയൻ വാസ് ധന്യകഥ which flourished as a prominent Buddhist center under the Mahasangikas located. Okay. അപ്പം ഈ ചോദ്യത്തിന് ഞാൻ ഡിഫറെന്റ് രീതിയിൽ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. ഒന്നാമത്തത് എനിക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കാം, ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് എന്താണ്? ധന്യകഥ എവിടെയാണ്? ഓക്കെ, അപ്പൊ അത് തന്നെ എനിക്ക് ചോദിക്കായിരുന്നു ഇല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കായിരുന്നു, ധന്യകഥ is located in, അല്ലെങ്കിൽ where is ധന്യകഥ located. ഈ രണ്ട് രീതിയിലും എനിക്ക് ചോദ്യം സിമ്പിൾ ആയിട്ട് ചോദിക്കായിരുന്നു അല്ലേ? അപ്പം അങ്ങനെ ചോദിക്കാതെ UPSC ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ മുമ്പത്തെ അനാലിസിസ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UPSCയുടെ ലാംഗ്വേജും ഫ്രെയിമിംഗ് ഓഫ് ദ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ബിക്കോസ് ദർ ഇസ് എ പർപ്പസ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. എനിവേ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വീണ്ടും അത് വാച്ച് ചെയ്യാവുന്നതാണ്, കാണാത്തവർക്ക് അത് കാണാം. ഓക്കെ, സോ ഇതിലേക്ക് തന്നെ വരാം. ഈ ധന്യകഥ അപ്പൊ ഈ രീതിയിലല്ല ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ രീതിയിൽ എനിക്ക് ചോദ്യത്തിന് വീണ്ടും എന്ത് ചെയ്യായിരുന്നു, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീജിയൻ വാസ് ധന്യകഥ വിച്ച് ഫ്ലറിഷ്ഡ് ആസ് എ പ്രോമിനന്റ് ബുദ്ധിസ്റ്റ് സെന്റർ ലൊക്കേറ്റഡ് എന്ന് പറയായിരുന്നു അല്ലെ? ഈ അണ്ടർ ദി മഹാസംഗികാസ് എന്നത് വെട്ടിക്കളഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ സെൻസ് മേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുന്നില്ല, ഒരു ചേഞ്ചും വരുന്നില്ല, ഈവൻ ഗ്രാമാറ്റിക്കൽ എറർ പോലും വരുന്നില്ല. ബട്ട് എന്നിരുന്നിട്ട് പോലും അവിടെ എന്ത് ചെയ്തു, അണ്ടർ ദി മഹാസംഗികാസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ക്ലൂ തന്നു. ഓക്കെ, അതായത് ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ധന്യകഥ. ധന്യകഥ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഒരു ക്ലൂ ആണ്. ധന്യകഥ ഇതൊരു ക്ലൂ ആണ്. രണ്ടാമത്തത് അതൊരു ബുദ്ധിസ്റ്റ് സെന്റർ ആണ്, അതൊരു ക്ലൂ ആണ്. അതും ബുദ്ധിസ്റ്റ് സെന്ററിലെ മഹാസംഗിക ഗ്രൂപ്പിൻ്റെതാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ബുദ്ധിസത്തിലെ സ്ഥവിരവാദിൻസ്, മഹാസംഗികാസ്, ഹീനയാനാസ്, മഹായാനാസ്, താന്ത്രിക്, ഈ പറയുന്ന ഓരോ ഗ്രൂപ്പുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള മേജർ സെന്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ ഇതില് ഈ പറയുന്ന മഹായാന സ്കൂളുകളായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സൗത്തിലേക്ക് മേജർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോമിനന്റ് ഗ്രൂപ്പായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നേരെ മറിച്ചിട്ട് ബാക്കി ഗ്രൂപ്പുകൾ ഹീനയാനാസ് അല്ലെങ്കിൽ സ്ഥവിരവാദിൻസ് ഇവരൊക്കെ ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി മഹാസംഗീകാസ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇത് സൗത്തിലുള്ള ഒരു ലൊക്കേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സൗത്തിലുള്ള ഒരു ലൊക്കേഷൻ ആണ്. ദെൻ ഈ ധന്യകഥ, ധന്യ ഈ പറയുന്ന രീതിയിലുള്ള വേർഡ്സ് ഏത് ലൊക്കേഷനിലാണ് ഇന്ത്യയിൽ കാണുന്നത് നോക്കുക. അത് മോസ്റ്റ്ലി ഇന്ത്യയുടെ ആന്ധ്രയുടെ നോർത്തേൺ റീജിയൻ, ഛത്തീസ്ഗഡ് ഈ ഒരു റീജിയനാണ് ധന്യകഥ എന്ന് വരുന്നത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് എന്തെന്ന് പറയുന്നത്, ദണ്ഡകാരണ്യം അല്ലെങ്കിൽ ആ ഒരു ടേം എന്ന് പറയുന്നത് ദണ്ഡകാരണ്യ ഫോറസ്റ്റ്. അതൊക്കെ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ദണ്ഡകാരണ്യ ഫോറസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദി നോർത്തേൺ റീജിയൻസ് ഓഫ് ദി ആന്ധ്ര, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണ് ഈ പറഞ്ഞ ദണ്ഡകാരണ്യ പ്ലാറ്റോ ഒക്കെ എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് വിച്ച് ഇസ് മോസ്റ്റ്ലി സിമിലർ ടു ദി ലാംഗ്വേജ് ആന്ധ്ര. ഓക്കെ, അല്ലെങ്കിൽ ആന്ധ്രയിലുള്ള ലാംഗ്വേജ് ആയിട്ട് ആന്ധ്രയിലെ ലൊക്കേഷൻസ് ആയിട്ട് സിമിലർ ആയിട്ട് വരുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നത് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. പിന്നെ ബുദ്ധിസ്റ്റ് സെന്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കറിയാം ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ഒരു പ്രോമിനന്റ് ബുദ്ധിസ്റ്റ് സെന്റർ ആയിരുന്നു. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ? കാരണം ബുദ്ധയുടെ സമയത്ത് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിച്ചിട്ടുണ്ട് 3 പ്രോമിനന്റ് സ്കൂളുകൾ. ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഗന്ധാര വരുന്നുണ്ട്, എന്ത് വരുന്നുണ്ട്, മധുര വരുന്നുണ്ട് നോർത്തില്, പിന്നെ എന്ത് വരുന്നുണ്ട്, ആന്ധ്രയിലുള്ള അമരാവതി സ്കൂളും വരുന്നുണ്ട്. സോ ആന്ധ്ര എന്ന് പറയുന്നത് ഒരു പ്രോമിനന്റ് ബുദ്ധിസ്റ്റ് സെന്റർ ആണ്. അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മഹായാന ബുദ്ധിസമാണ്. അതുകൊണ്ടാണ് അമരാവതി സ്കൂളുകളിൽ ആദ്യമായിട്ട് ബുദ്ധയുടെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ എല്ലാ ഇൻഫർമേഷൻസും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിന്റെ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ചോദ്യമല്ലേ, ധന്യകഥ ഇസ് ലൊക്കേറ്റഡ് ഇൻ, അതൊരു ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ആണ്, ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ അല്ല അല്ലെ? ധന്യകഥ പ്ലേസസ് ഇൻ ന്യൂസ് അല്ലെങ്കിൽ പ്ലേസസ്, അതൊരു മാപ്പിലെ ഈ പ്ലേസ് ഏതാ, ഒരു ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് അതിനെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ ആക്കുന്നത് എന്താണ്? ധന്യകഥയ്ക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനുശേഷം വരുന്ന 2 ക്ലൂ, ഒന്ന് ബുദ്ധിസ്റ്റ് ആണ്, രണ്ടാമത്തത് അത് മഹായാന ബുദ്ധിസമാണ്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്താണ് അതൊരു പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ ആവുന്നത്. ധന്യകഥ എന്ന് പറയുന്ന ആ ഒരു വാക്കും കൂടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കൂടെ ഞാൻ പറയുന്നത് എക്സാക്ട് ആൻസറിലേക്ക് എത്താമെന്ന് എവിടെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആർഗ്യൂ ചെയ്യുന്നില്ല, അത് പറയാനും പറ്റില്ല. ബട്ട് എനിവേ കുറെ കൂടെ ആക്യുറേറ്റ് ആൻസറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് നോക്കാം, ഈ പറയുന്ന ഓരോ രീതിയിലും ഓരോ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ വൺ വേർഡ് അല്ലെങ്കിൽ പിക് ദി ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇതിനൊക്കെ ഓരോന്നിനെയും എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളത് ഈ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ സീരീസ് 2-ലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ചെയ്യും എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. നമ്മൾ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കാറ്റഗറിനെ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മുടെ അടുത്ത കാറ്റഗറിയാണ് പെയർ ടൈപ്പ് എന്ന് പറയുന്നത്. സോ പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യണം, PYQ പോകണം. അപ്പം അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ ഗോൾഡൻ റൂൾ പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആർ ഓൾവേസ് ട്രൂ. അതിന് എക്സാമ്പിൾസ് ആണ് ഫ്യൂ, സം, ക്യാൻ, മേ. ഇങ്ങനത്തെ ടേംസ് ഒക്കെ എന്താണ്, ഓൾവേസ് ട്രൂ. ബട്ട് ഇവിടെ ഒരു സാധനം കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. നമ്മൾ നേരത്തെ നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UPSCയുടെ ലാംഗ്വേജസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്തെങ്കിലും ഒരു സാധനത്തിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UPSC അവിടുത്തെ ലാംഗ്വേജിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനും കൂടെ നിങ്ങൾ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഈ പറയുന്ന ഫ്യൂ, സം, ക്യാൻ, മേ എന്നത് റോങ് ആയിട്ട് വരും. എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ബട്ട് എനിവേ നമുക്ക് ഈ ഒരു സെഷൻ എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതൊന്നും കൂടെ പറയണം, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി ദ മെറ്റീരിയൽ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ചോദ്യത്തിൽ ശ്രദ്ധിക്കുക, ക്യാൻ ബി അല്ലെ, കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി ഓരോന്ന്, കൺസ്ട്രക്ഷൻ ഓഫ് ദി ബേസ് റോഡ്, ദെൻ ഇംപ്രൂവ്മെന്റ് ഓഫ് ദി അഗ്രികൾച്ചറൽ സോയിൽ, പ്രൊഡക്ഷൻ ഓഫ് ദി സിമെന്റ്. ഇതാണ് ചോദ്യം. ഇതേ ചോദ്യത്തിന് ഞാൻ മാറ്റുകയാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നാക്കിയിട്ട് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് മാറ്റി എഴുതാൻ പോവാണ്. ഇവിടെ സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ഞാൻ എല്ലാത്തിന്റെയും മുമ്പിൽ ആഡ് ചെയ്യുന്നത് സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. ഇനി ഈ പറയുന്ന ഓരോന്നും സെപ്പറേറ്റ് വായിച്ചു നോക്കുക. അതായത് സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബേസ് റോഡ്. അപ്പൊ അതിൽ എന്തുണ്ട്, ക്യാൻ ഉണ്ട്. ഇനി രണ്ടാമത്തത് സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് ദി അഗ്രികൾച്ചറൽ സോയിൽ, ക്യാൻ ബി യൂസ്ഡ് ഫോർ, ക്യാൻ ആണ് പറഞ്ഞത്, യൂസ് ചെയ്യാം. ഓക്കെ, പോസിബിലിറ്റി ഉണ്ട്. ഇതിനടുത്തത് സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് സിമെന്റ്. ഇപ്പം എല്ലാ സ്റ്റേറ്റ്മെന്റിലും ക്യാൻ അല്ലേ, അപ്പൊ ക്യാൻ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എന്താണ്, ട്രൂ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഇതിന്റെ ആൻസർ എന്താണ്, 1, 2, 3 ആണ്. ഓക്കെ, സോ ഇത് ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ എന്ത് ചെയ്തിട്ടില്ല, UPSCയുടെ ലാംഗ്വേജിലോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റോ ഒന്നും UPSC ആഡ് ചെയ്തിട്ടില്ല. സോ ക്യാൻ വരുന്നുണ്ടോ, ഇറ്റ്സ് ട്രൂ. അടുത്തത് 18ാമത്തത്, വിത്ത് റെഫറൻസ് ടു ഫർണസ് ഓയിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഒന്നാമത്തത്, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദി ഓയിൽ റിഫൈനറീസ്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ്, അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു എന്താ പറയുക, പെയർ ടൈപ്പ് ക്വസ്റ്റ്യനിലെ സെയിം പാറ്റേൺ ക്വസ്റ്റ്യന്റെ അനാലിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഈ ഫസ്റ്റ് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വരുന്നത്, സം ഇൻഡസ്ട്രീസ്. സം നമ്മൾ പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഫ്യൂ, സം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഡെഫിനറ്റ്ലി എന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇറ്റ്സ് യൂസ് കേഴ്സസ് സൾഫർ എമിഷൻ ഇൻ ടു എൻവറോൺമെന്റ്. സോ ഇത് രണ്ടും ശരിയാണോ തെറ്റാണോ അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം ഇതിന്റെ ആൻസർ. സോ സം വരുന്നത് UPSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ, ആ ഒരു ട്രഡീഷൻ ആണ് ഈ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് വെച്ചിട്ട് കളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ക്യാൻ, സം, ഫ്യൂ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ അത് മാത്രം ഞാൻ പറഞ്ഞാൽ പോരല്ലോ, എപ്പോഴാണ് ഈ പറയുന്ന ക്യാൻ, സം, മേ ഇത് റോങ് ആവുക എന്നതും കൂടെ പറയണ്ടേ, ഡെഫിനറ്റ്ലി പറയണം. അതല്ലെങ്കിൽ നിങ്ങൾ അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഈ 15ാമത്തെ ചോദ്യം നോക്കിയിട്ട് ഇതിന്റെ ഉത്തരം നിങ്ങൾ ഒറ്റയടിക്ക് പറയാം. ഓക്കെ, 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യാം, പറയാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇവിടെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട എന്തൊക്കെയാണ്, ഇവിടെ മേ കിടക്കുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻ കിടക്കുന്നുണ്ട്, ഇവിടെ ദേ മേ റിലീസ്. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും, ജസ്റ്റ് നിങ്ങളൊന്ന് പറയാം. അപ്പൊ മേ, ക്യാൻ, മേ, ഇപ്പൊ ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടുത്തെ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക. രണ്ടും പറയുന്നത് ഈ പറയുന്ന സ്മെൽറ്റിംഗ് പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്ന എന്താ പറയാ ആ ഒരു ഗ്യാസസിനെ കുറിച്ചിട്ട് തന്നെയാണ് അല്ലെ. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഈ പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ മാത്രം അവർ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇതിൽ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് പറയായിരുന്നു ഇല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദേ മേ റിലീസ് സൾഫർ ഡയോക്സൈഡ് ആസ് പൊല്യൂട്ടൻ. അതുപോലെ തന്നെ ഇവിടെ പറയാറുന്നില്ലേ, ദേ മേ റിലീസ് കാർബൺ മോണോക്സൈഡ് ആസ് പൊല്യൂട്ടൻ ഇൻ ടു എൻവറോൺമെന്റ് എന്ന് പറയായിരുന്നു. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആകുമായിരുന്നു. പക്ഷേ അതിന്റെ കൂടെ അവർ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്തു. അപ്പൊ ഈ മേ എന്നതിന്റെ കൂടെ എന്ത് ചെയ്തു? ലീതൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു. ഓക്കെ, ലീതൽ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ മരണപ്പെടുന്ന അളവിൽ എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ മേ എന്ന് പറയുന്നത് റോങ് ആവുന്നത്. അതർവൈസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ട്രൂ. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിന്റെ വേർഡ്സ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ലീതൽ എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത്, വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ഒരേപോലെ ഒരേ പാറ്റേണിൽ ഒരേ ഗ്രൂപ്പിങ്ങിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, UPSC തന്നിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്താണ്, നമ്മുടെ ഫസ്റ്റ് സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഒരു ഗ്രൂപ്പിംഗിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് 1, 3. പക്ഷെ ഇത് രണ്ടും എന്ത് ചെയ്യുന്നില്ല, ഒരേപോലെ വരാത്തതിന് കാരണം എന്താണ്? ഒന്നാമത്തതില് UPSC കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്തു. അപ്പം ആ ആഡ് ചെയ്ത അഡീഷണൽ ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ റോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ അഡീഷണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്ത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒന്നുകൂടെ നിങ്ങളൊന്ന് പ്രോസസ് ചെയ്യുക. പറഞ്ഞത് എന്ത് ചെയ്യുക, വീണ്ടും വീഡിയോ ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ പ്രോസസ് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ എന്തായിരിക്കും, തറോ ആയിട്ട് ഐഡിയ മൈൻഡിലേക്ക് വരും. ഓക്കെ, ദെൻ 37ാമത്തേതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുക, ബയോഫിലിംസ് ക്യാൻ ഫോം. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടുത്തെ പോലെ ഒരു സ്റ്റേറ്റ്മെന്റിലും എക്സ്ട്രാ ആയിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എല്ലാതും എന്താണ് പറയാ, ഒരു 1.5 ലൈൻ, 1.5 ലൈൻ, 1.5 ലൈൻ. സോ ആൻസർ ഇസ് ഡി. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ക്യാൻ ഓൾ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ 2022 വരെ മാത്രമേ പറ്റുള്ളൂ. 2023ലേക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാരണം ഇതുപോലത്തെ 1, 2, 1, 3 ആ സാധനം നമുക്കില്ലല്ലോ. നമുക്ക് തന്നത് പെയർ ടൈപ്പ് ആണ്. അപ്പൊ നമുക്ക് പെയർ ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് നോക്കാം. സോ ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും എന്താണ്, 2023 ചോദിച്ചിട്ടുള്ളതാണ്. സോ ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ കാണാം. സം. അപ്പം നേരത്തെ ഇതേ സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ബയോഫിലിംസ് ക്യാൻ സ്റ്റേറ്റ്മെന്റിന്റെ ലെങ്ത് നോക്കുക, 1.5 ലൈൻ. ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾ നോക്കുക, സ്റ്റേറ്റ്മെന്റിന്റെ ലെങ്ത് എത്ര നോക്കുക, ഈ പറയുന്ന മാതിരി 1.5. അപ്പൊ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞില്ലേ, എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ റോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷനും ആഡ് ചെയ്തിട്ടില്ല. സോ ഇവിടെ സം മഷ്റൂംസ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടാവാം. ഓക്കെ, ദെൻ സം മഷ്റൂംസ് ഹാവ് സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ്. ഇവിടെ എന്താ പറയുക, കൺക്ലൂസീവ് ആയിട്ട് പറയുന്നില്ല. ഒരു മേ പോലെ ഒരു അൺസർട്ടൈൻ സ്റ്റേറ്റ്മെന്റ് ആണ് അത്. സം മഷ്റൂംസ് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി എന്താണ് സെക്കൻഡ് കറക്റ്റ്. തേർഡ്, സം മഷ്റൂംസ് ഹാവ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവാം. ഡെഫിനറ്റ്ലി നമുക്ക് കൺക്ലൂസീവ് ആയിട്ട് ഉണ്ട് എന്നല്ല പറയുന്നത്, സം മഷ്റൂംസ് ഹാവ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏതെങ്കിലും 1-2 മഷ്റൂംസിന് ഉണ്ടെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. ദെൻ സം മഷ്റൂംസ് ഹാവ് ബയോലുമിനസെന്റ് പ്രോപ്പർട്ടീസ്. ഡെഫിനറ്റ്ലി നമ്മൾ കേട്ടിട്ടുണ്ട് ചില മഷ്റൂംസിന് ബയോലുമിനസെന്റ് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത്. ബട്ട് എനിവേ ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഓൾ 4. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, അതായത് ഞാൻ ജസ്റ്റ് സം എന്ന് പറയുന്ന ഒരു ജനറലൈസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, യൂസ് ചെയ്തിട്ടുള്ള വേർഡ് എങ്ങനെയാണ്, അതിനെ കോൺട്രാഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് UPSC അവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളെ സൈമൾട്ടേനിയസ്ലി നിങ്ങൾ പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദി ആൻസർ വിൽ ഗോ റൈറ്റ്. ഓക്കെ, ബ്ലൈൻഡ് ഗസ്സിങ്ങോ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് സം ഉണ്ട് എല്ലാം നമ്മൾ ട്രൂ ആയിട്ട് എടുക്കാം എന്നല്ല പറയുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ട് തെറ്റാവുന്നുണ്ട്, എന്തുകൊണ്ട് റോങ് ആവുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് തെറ്റാവുന്നുണ്ട്, എന്തുകൊണ്ട് ശരിയാവുന്നുണ്ട്, എന്തുകൊണ്ട് റൈറ്റ് ആവുന്നു, റോങ് ആവുന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അതുകൂടെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ദെൻ 18ാമത്തത് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. അവിടെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ലെങ്ത് നോക്കുക, 3 ലൈൻ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. UPSC കൊടുക്കുന്ന സ്ട്രക്ചർ, UPSCയുടെ ലാംഗ്വേജ്, UPSCയുടെ ഫ്രെയിമിംഗ്, UPSC നൽകുന്ന ഓപ്ഷൻസ്, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നമുക്ക് കുറെ കൂടെ ആൻസേഴ്സ് റൈറ്റ് ആയിട്ട് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. കാരണം ഇതൊക്കെ UPSCക്ക് ചേഞ്ച് ചെയ്യായിരുന്നു അല്ലേ. ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിന്റെ ലെങ്ത് കുറയ്ക്കാൻ UPSCക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇന്റൻഷനലി ഈ പറയുന്ന 1, 2, 3 എല്ലാത്തിനും ഒരേ ലെങ്ത്തിൽ തന്നു. ദെൻ എല്ലാത്തിനും എന്ത് ചെയ്തു, സം ആഡ് ചെയ്യുകയും ചെയ്തു.
വളരെ സ്പെസിഫിക് ആയിട്ട്. ദെൻ ആൻസർ ഇസ് അബ്സല്യൂട്ട്ലി ഓൾ ത്രീ. ഓക്കെ, ദെൻ അടുത്തതിൽ നിങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് പറയും ഇതിൽ എവിടെയാണ് സമ്മ് കിടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ക്യാൻ കിടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഫ്യൂ കിടക്കുന്നത് അല്ലെ. കാരണം അങ്ങനത്തെ ഒരു ചോദ്യം അല്ലല്ലോ ഇത് എന്നുള്ളത് ഒറ്റയടിക്ക് നിങ്ങൾ പറയും. ബട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അൾട്ടർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. കൺസിഡർ ദ ഫോളോയിങ്. ഒന്നാമത്തത് എയറോസോൾസ്, രണ്ടാമത്തത് ഫോം ഏജൻസ്, മൂന്നാമത്തത് ഫയർ റിട്ടാർഡൻസ്, ദെൻ ലാസ്റ്റ് ലൂബ്രിക്കൻസ്. ഒന്നുകൂടെ വായിക്കാം, വീണ്ടും ശ്രദ്ധിച്ച് വായിക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എയറോസോൾ എന്നല്ല, എയറോസോൾസ് അല്ലെ. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബഹുവചനം എന്ന് പറയും. എയറോസോൾസ് കോമൺ ആയിട്ട് പറയുന്നതാണ്. ഫോം ഏജൻസ് കോമൺ ആയിട്ടാണ് പറയുന്നത്. ഫയർ റിട്ടാർഡൻസ്, ഒരുപാട് ഫയർ റിട്ടാർഡൻസ് ഉണ്ട്. ദെൻ ലൂബ്രിക്കൻസ്, ഒരുപാട് ലൂബ്രിക്കൻസ് ഉണ്ട്. ദെൻ ബാക്കിയും കൂടെ വായിച്ചു നോക്കാം. ഇൻ ദി മേക്കിംഗ് ഓഫ് ഹൗ മെനി ഓഫ് ദി എബവ് ആർ ഹൈഡ്രോഫ്ലൂറോകാർബൺസ് യൂസ്ഡ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാറല്ലോ, ഓക്കെ ഈ ഒരു ലൂബ്രിക്കൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അല്ലേ. അപ്പം ഈ ക്വസ്റ്റ്യൻസിന് ഞാൻ റീഫ്രെയിം ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്യാം, ഈ പറയുന്ന ഇതേ പാറ്റേണിൽ ഞാൻ മാറ്റാണ്. ഓക്കെ, സം എയറോസോൾസ് യൂസ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ്. സ്റ്റേറ്റ്മെന്റ് മാറിയത് കണ്ടോ, സം എയറോസോൾസ് യൂസ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ് എന്ന് ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാറ്റിയാൽ ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ? ടെൽ മീ, ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. ദെൻ രണ്ടാമത്തത് സം ഫോം ഏജൻസ് യൂസ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ്, ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. ദെൻ തേർഡ് വൺ, സം ഫയർ റിട്ടാർഡൻസ് യൂസ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ്, ട്രൂ അല്ലേ. നാലാമത്തത് സം ലൂബ്രിക്കൻസ് യൂസ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ്. അപ്പം ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി ഓഫ് ദി എബോവ് ആർ ഹൈഡ്രോഫ്ലൂറോകാർബൺസ് യൂസ്ഡ്. ഏതെങ്കിലും ഒന്നിൽ യൂസ് ചെയ്താൽ മതി, എല്ലാത്തിലും എന്നുള്ള അർത്ഥത്തിലല്ല ചോദിച്ചിട്ടുള്ളത്. സോ ഏതെങ്കിലും ഒന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് ട്രൂ ആണ്. സോ ഹിയർ ആൻസർ ഈ ക്വസ്റ്റ്യനും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ 16-ാമത്തെയും 17-ാമത്തെയും അതേ കാറ്റഗറി തന്നെയാണ് ഈ പറയുന്ന 28-ാമത്തെ ചോദ്യം. അതായത് 16-ാമത്തെയും 18-ാമത്തെയും ചോദ്യത്തിന്റെ അതേ കാറ്റഗറിയിലാണ് 20-ാമത്തെ ചോദ്യം വരുന്നത്. ഇതൊക്കെ അടുപ്പിച്ച് UPSC കൊടുത്തിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, കാരണം പാറ്റേൺ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നു. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എന്താ പറയാ, അത്രയധികം ക്ലൂ UPSC തന്നിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് അത് എന്ത് ചെയ്യില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ആൻസർ എന്താണ്? ഓൾ 4 ആൻസർ ആയി. ഓക്കെ, ദെൻ അടുത്ത ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കുക. ഉത്തരം ഞാൻ ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് എന്ത് ലോജിക്കിന്റെ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഞാൻ ഇതാ എക്സ്പ്ലെയിൻ ചെയ്യാം. വീണ്ടും 60, 66 അടുത്തടുത്ത് കിടക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിന്റെ നേച്ചർ ഡിഫറെന്റ് ആണ്. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ല, UPSCയുടെ ലാംഗ്വേജ് നമ്മൾ അത്രയധികം ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെയൊക്കെ സം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ പറയുന്നൊന്നും ശരിയല്ല. ഐ മീൻ ഒരു ക്വസ്റ്റിന്റെ എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ലെങ്ത് ഒക്കെ നോക്കിയിട്ട് അത് ട്രൂ ആണ് എങ്ങനെയാ പറയാം, അത് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെന്നുള്ള എങ്ങനെയാ പറയാം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ബട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇവിടുത്തെ ഇതേ പാറ്റേൺ തന്നെയാണ് ഇതിൽ എല്ലാത്തിലും കാണുന്നത്. ഇതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ എല്ലാത്തിലും കാണുന്നത്. ഇനി ഇവിടേക്ക് ഒന്ന് നോക്കുക, അതേ പാറ്റേൺ തന്നെയാണ് നിങ്ങൾ ഇവിടെയും കാണുന്നത് അല്ലെ. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് നൺ സെയിം പാറ്റേൺ തന്നെയാണ് കൊടുക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടേ ഇല്ല. ഇനി ഇവിടുത്തെ നമുക്ക് ഈ ഒരു അനാലിസിസ് നടക്കാം. ഫസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ക്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയാണ്, 2023 ആ ഒരു പേപ്പർ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു സ്റ്റുഡന്റിന് അല്ലെങ്കിൽ ഒരു ആസ്പിറന്റിന് ഇതൊന്നും പ്രോസസ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം എന്നോ ഇങ്ങനൊന്നും അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ആ ഒരു അറ്റംപ്റ്റിന് ഡെഫിനറ്റ്ലി ഒരു ഹാൻഡ്സ് ഓഫ്. ഓക്കെ, അത്രത്തോളം എഫേർട്ട് അവർ എടുത്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തവരും അതുപോലെ തന്നെ ആ അറ്റംപ്റ്റ് എടുത്തവരും ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ ഡയറിങ് അറ്റംപ്റ്റ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു എന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ആ ഒരു പ്രഷർ സിറ്റുവേഷനിലായിരുന്നു. ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതോട് കൂടിയിട്ട് നമ്മുടെ കിളി പാറിപ്പോയി. ഓക്കെ, ഇത് എങ്ങനെ സോൾവ് ചെയ്യണം, ഇത് ഞാൻ പഠിച്ച പാറ്റേൺ അല്ലല്ലോ, ഞാൻ ഡിഫറെന്റ് പാറ്റേൺസ് പ്രാക്ടീസ് ചെയ്തില്ലല്ലോ എന്ന അവസ്ഥയിലായി പോയി നമ്മൾ. അപ്പം ആ ഒരു പാറ്റേൺ മാറിയിട്ട് ഡിഫറെന്റ് പാറ്റേണിൽ പ്രാക്ടീസ് ചെയ്തവർക്ക് ഓക്കെ, ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട്, അതായത് ഓരോ ട്രിക്സിനും ഞാൻ നേരത്തെ പറഞ്ഞ അഡാപ്റ്റബിലിറ്റി ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്തുകൊണ്ടാണ് ആദ്യത്തിൽ ഓരോ കീവേഡ്സും അത്രത്തോളം പ്രിസൈസ് ആയിട്ട് അനലൈസ് ചെയ്തെടുത്തതെന്ന്. അഡാപ്റ്റബിലിറ്റി മാറ്റേഴ്സ് ഹിയർ. ഈ ക്വസ്റ്റ്യൻസ് കണ്ട് പെർഫെക്റ്റ് ആയിട്ട് ആര് അഡാപ്റ്റ് ആയോ ദേ ക്വാളിഫൈഡ് ഇറ്റ് വിത്ത് ഈസ്. 90+ മാർക്സ് സുഖമായിട്ട് നേടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി ആസ് എ ഫ്യൂവൽ ഫോർ ദി ഇന്റേണൽ കമ്പസ്റ്റൻ. ക്യാൻ ബി ചെയ്യാം. ദെൻ ക്യാൻ ബി ബ്ലെൻഡഡ് വിത്ത് നാച്ചുറൽ ഗ്യാസ്
ആൻഡ് യൂസ്ഡ് ആസ് ഫ്യൂൽ ഫോർ ഹീറ്റ്. സെയിം, ഈ രണ്ടും എന്താ പറയുക ഒരേ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ടു റൺ വെഹിക്കിൾ. ക്യാൻ ബി, അവിടെ ഒന്നും എന്തല്ല, വേറൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ ലീതർ ക്വാണ്ടിറ്റി അതുപോലത്തെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ഓൾ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അതിനകത്തൊന്നും പറയാനില്ല, ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം കിട്ടും. പിന്നെ അടുത്തത് 66ാമത്തേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെന്റൻസ് ഞാൻ റീഫ്രൈസ് ചെയ്യും. ഓക്കെ, നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം. With reference to coal-based thermal power plants in India, consider the following statement. ഒന്നാമത്തത്, none of them use sea water. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, none of them is set up in water stressed district. Then മൂന്നാമത്തത്, none of them is privately owned. അപ്പൊ ഈ none of the എന്ന് കേൾക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. എന്നിട്ട് ഇതിലെ കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഐ മീൻ UPSC ചോദിച്ചിട്ടുള്ളത്. ഞാൻ സെന്റൻസ് നിങ്ങൾക്കൊന്ന് ഈസി ആക്കിയിട്ട് റീഫ്രൈസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഒരു കീവേഡ് ആയിരുന്നു സം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് റീഫ്രൈസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ ആണ്. അപ്പൊ ഞാൻ പറയാണ് സം ഓഫ് ദം യൂസ് സീ വാട്ടർ. സം ഓഫ് ദം യൂസ് സീ വാട്ടർ ഞാൻ മാറ്റി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാറ്റി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മാറ്റാണ്. Some of them is set up in water stressed district. Some of them set up in water stressed district. Then മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മാറ്റാണ്. Some of them is privately owned. അല്ലേ? ഇപ്പം എല്ലാം നേരത്തെ പറഞ്ഞ ഇതേ പാറ്റേണിലേക്ക്, ക്യാൻ ബി പാറ്റേണിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ഈ സം പാറ്റേണിലേക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻ വന്നില്ലേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ആ ക്വസ്റ്റ്യനെ ജസ്റ്റ് ഒന്ന് റീഫ്രേസ് ചെയ്തു. ഓക്കെ, സോ ഒന്നാമത്തത് സം ഓഫ് ദം യൂസ് സീ വാട്ടർ. സം ഓഫ് ദം ഇസ് സെറ്റപ്പ് ഇൻ വാട്ടർ സ്ട്രെസ് ഡിസ്ട്രിക്ട്. സം ഓഫ് ദം ഇസ് പ്രൈവറ്റ്ലി ഓൺഡ്. അപ്പം ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? കറക്റ്റ് ആണ് അല്ലെ? 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബട്ട് ഇവിടെ എന്താ ചോദിച്ചത്? നൺ ഓഫ് ദം, അതിനെ റിജക്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഞാൻ ഇവിടെ എടുത്തത്. സം ഓഫ് ദം സെറ്റപ്പ് ആണ്. അപ്പൊ നൺ ഓഫ് ദം എന്ന് പറയുന്നത് റോങ് ആണ്. നൺ ഓഫ് ദം എന്ന് പറയുന്നത് റോങ് ആണ്. നൺ ഓഫ് ദം എന്ന് പറയുന്നത് റോങ് ആണ്. അപ്പൊ ഇവിടെ എന്താ ആൻസർ? നൺ ആയി. സം ഓഫ് ദം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓൾ 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആവായിരുന്നു. നൺ ഓഫ് ദം എന്ന് പറഞ്ഞതുകൊണ്ട് നൺ ഓഫ് ദി, ഒറ്റൊന്നും എന്തല്ല കറക്റ്റ് അല്ല. ആൻസർ ഈ സൈഡ് കിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻസിന്റെ അനാലിസിസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു UPSC ഇസ് എ മാസ്റ്റർ ഓഫ് ഡിസ്കൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം UPSC പലരും കരുതുന്നത് UPSCക്ക് ഒരു പ്രോപ്പർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും മെയിൻസ് എക്സാമിനേഷന് ഇല്ല എന്നാണ്, അല്ലേ? പക്ഷെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു UPSC എങ്ങനെയാണ് മെയിൻസിന് മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് ഓരോ സെക്ഷനും എങ്ങനെയാണ് മാർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് UPSCയുടെ പേപ്പറിൽ തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു തെളിവ് സഹിതം. അതായത് ഇപ്പോൾ 12 മാർക്കിന്റെ ചോദ്യമാണ്, 12.5 മാർക്കിന്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ 3.5 + 9 ഈ രീതിയിൽ UPSC എങ്ങനെയാണ് ഒരു ചോദ്യത്തിന് മാർക്ക് ഡിവിഷൻ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ മെയിൻസ് അനാലിസിസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും വെറും 4 ചോദ്യത്തിന് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് UPSC ഈസ് എ മാസ്റ്റർ ഓഫ് ഡിസ്കൈസ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇങ്ങനെ തരാൻ പറ്റുമായിരുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. എന്നാൽ അതിനെ ഈ രീതിയിലേക്ക് മാറ്റിയ സമയത്ത് നമുക്കത് ടഫായിട്ട് മാറി, നമ്മൾ അറിയാത്ത പാറ്റേൺ ആയിട്ട് മാറി, നമുക്ക് ഈ സാധനം അപ്ലൈ ചെയ്യാൻ കഴിയാതെ പോയി. സോ നമുക്കൊരു വൈഡർ തിങ്കിങ്ങിൽ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തെടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു എക്സാം അനാലിസിസ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ അങ്ങനെയുള്ള ഒരാളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറെ കൂടെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും, എത്തിക്കും. ഓക്കെ, അപ്പം അത്രയും ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ ഏകദേശം ഒരു 5-6 ക്വസ്റ്റ്യൻസ്, ഇനിയും ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ബട്ട് എല്ലാം ഞാൻ എടുക്കുന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസിന് എല്ലാ കാറ്റഗറിയിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസിന് എടുത്ത് കാണിച്ചാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ബട്ട് എനിവേ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് പെയർ ടൈപ്പിൽ നിങ്ങൾക്ക് കിട്ടും എന്നത് മനസ്സിലായല്ലോ. ഇനി ഇവിടെ വരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടായിരിക്കും, പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, അതായത് ഒന്നും ആ ഒരു ടേംസിന് എന്ത് ചെയ്യും, പരസ്പരം ആഡ് ചെയ്ത് വരുന്നതാണല്ലോ. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ പ്രോബബിലിറ്റിയിലും പറയുന്ന ഒരു സാധനമാണ്. ഒരു പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ചോയ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോബബിലിറ്റി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഒരു പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, 1, 2, 3 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും, എല്ലാ സ്റ്റേറ്റ്മെന്റും ഓൾ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. അതേപോലെ തന്നെ എന്തായിരിക്കും, ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്, 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ 4 പ്രോബബിലിറ്റി ആണ് വരുന്നത്. ആ പ്രോബബിലിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഈ പറയുന്ന രീതിയിലായിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 12.5% ആണ്. ഓക്കെ, ഓൾ 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആവാനുള്ളത് 12.5 ആണ്. അതേപോലെ തന്നെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾ സ്റ്റേറ്റ്മെന്റ് റോങ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോബിലിറ്റി 12.5 ആണ്. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി 12.5 ആണ്. ദെൻ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ളത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ളത്, ഇത് രണ്ടിനും ഈക്വൽ പ്രോബിലിറ്റി ആണ്. അത് ഓൾമോസ്റ്റ് ലൈക്ക് 37.5% ആണ്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ഇങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 1 പെയർ അല്ലെങ്കിൽ 2 പെയർ കറക്റ്റ് ആവാനാണ് കൂടുതൽ സാധ്യത. ഇതിൽ തന്നെ 2 പെയർ ആണ് മോസ്റ്റ്ലി UPSC എടുക്കാറുള്ളത്. ഈ അനാലിസിസ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? 2022 പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മേജർലി ഓൾമോസ്റ്റ് ലൈക്ക് 70% ക്വസ്റ്റ്യൻസിന് 2 പെയർ ഓൺലി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അതേ പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പം ഓൾ കറക്റ്റ് ആൻസർ, അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, 3 അല്ല ഓൾമോസ്റ്റ് ഒരു 5 ചോദ്യം നിങ്ങൾക്ക് ഞാനിപ്പോ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. സെയിം പാറ്റേണിൽ വരുന്ന സമയത്ത് ഓൾ ഓഫ് ദി എബോ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അത് അങ്ങനത്തെ ഒരു ഓൾമോസ്റ്റ് 5 ചോദ്യങ്ങൾ എന്തുണ്ട്, ഓൾ ഓഫ് ദി പാറ്റേണിൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ടോട്ടൽ ആയിട്ട് പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്ത സമയത്ത് ആ ഒരു വെൻ ഡയഗ്രത്തിൽ കാണിച്ചു തന്നില്ലേ, അതായത് 46 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 46-ൽ ഈ ഒരു 5 അല്ലെങ്കിൽ ഒരു 6 ചോദ്യങ്ങൾ എന്താണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സം ഫ്യൂ ഈ രീതിയിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5-6 ചോദ്യം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ റിമൈൻ ചെയ്യുന്നത് ഒരു 40 ചോദ്യമാണ്. ഓക്കെ, അതിൽ ഡിഫറെന്റ് ആൻസർ കീകൾ, ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്ക്യൂറൽസിന്റെ ഒക്കെ കേസ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ 2 പെയർ കറക്റ്റ് ആവാം, 1 പെയർ കറക്റ്റ് ആവാം, 3 പെയറും കറക്റ്റ് ആവാനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട്. അപ്പം അത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ആ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതാണ് കൺക്ലൂസീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് 17 മുതൽ 19 ചോദ്യത്തിന് 2 പെയർ ഓൺലി ആണ് കറക്റ്റ്. സോ 17 to 19 ക്വസ്റ്റ്യൻസിന് 2 പെയർ ഓൺലി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് ഈ പറയുന്ന 40 ചോദ്യങ്ങളിൽ എല്ലാത്തിനും നിങ്ങൾ 2 പെയർ കുത്തിയാൽ പോലും ഓൾമോസ്റ്റ് ഒരു 10 മാർക്സിന്റെ മാർജിൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട്. ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ പ്രോബിലിറ്റി പറഞ്ഞു തന്നത് മാത്രം, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, പോയിട്ട് കുത്താൻ നിൽക്കരുത്. അത് സോൾവ് ചെയ്യാൻ നമുക്ക് വേറെ മാർഗമുണ്ട്. ഇനി വേറെ ഒരു മാർഗം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത് മാത്രം. ഓക്കെ, അപ്പൊ ഇതിന് പ്രത്യേകിച്ച് റാഷണൽ ബേസിസ് ഒന്നുമില്ല. ഒരു മാത്തമാറ്റിക്കൽ പ്രോബിലിറ്റിയുടെ ആ ഒരു പാസ്കൽ ട്രയാങ്കിളിന്റെ ബേസിൽ മാത്രം നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തന്നാണ്. ഒരു മാത്സ് അറിയുന്ന അല്ലെങ്കിൽ സീസർ അത്യാവശ്യം അറിയാവുന്ന ഒരാളെ എടുത്ത് നിങ്ങൾ ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കിട്ടും. ഓക്കെ, ഇനി അസർഷൻ ബേസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും ഓരോന്നും എടുത്തിട്ട് അനലൈസ് ചെയ്ത് ചെയ്യും. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് ഈ 4 ടൈപ്പിനെ എങ്ങനെ പൊതുവായിട്ട് സോൾവ് ചെയ്യാം എന്നത് മാത്രമാണ് നോക്കുന്നത്. അപ്പം അസർഷൻ റീസണിൽ ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 18 ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് UPSC. ആ 18 ചോദ്യത്തിനും ഇതേ സെയിം ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഡിഫറെന്റ് ഓപ്ഷൻസ് തന്നൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഡെഫിനറ്റ്ലി 1 മോർ ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. അതായത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 റോങ്, ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അപ്പൊ ഇതിൽ എനിക്ക് ഈ പറയുന്ന ഡി സ്റ്റേറ്റ്മെന്റ് മാറ്റായിരുന്നു. അതായത് സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ആൾസോ ഇൻകറക്റ്റ്. അതും കൂടെ എനിക്ക് എന്ത് ചെയ്യായിരുന്നു, ഒരു ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വെക്കായിരുന്നു. ബട്ട് UPSC വെച്ചിട്ടില്ല, ഈ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് വെച്ചത്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ആദ്യം ആലോചിക്കണം. എന്തുകൊണ്ട് UPSC എന്ത് ചെയ്തില്ല, സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ഇസ് ഇൻകറക്റ്റ് എന്നത് എന്തുകൊണ്ട് തന്നില്ല? ഓക്കെ, അതൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ സേ ഫോർ എക്സാമ്പിൾ ഞാൻ അവസാനത്തെ ഡി സ്റ്റേറ്റ്മെന്റ് മാറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. അപ്പൊ ഞാനൊരു ചോദ്യത്തില് എനിക്ക് സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണെന്ന് മനസ്സിലായി. അത് വെച്ചുകൊണ്ട് എനിക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, സി സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ് എന്നാണ്. എന്റെ അടുത്തുള്ള ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് എന്നുള്ളത് എനിക്കറിയാം, ബട്ട് സ്റ്റേറ്റ്മെന്റ് 1 കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ. അതേപോലെ ഡി സ്റ്റേറ്റ്മെന്റ് എന്താണ്, സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ആൾസോ ഇൻകറക്റ്റ് എന്നല്ല. ആ സ്റ്റേറ്റ്മെന്റ് UPSC ആഡ് ചെയ്തിരുന്നെങ്കിലുള്ള കേസാണ് പറയുന്നത്. അപ്പൊ എനിക്ക് റൈറ്റ് ആയിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പ്രയാസം ആകുമായിരുന്നു. കുറച്ചും കൂടെ എന്നെ ടഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എന്നെ UPSCക്ക് എത്തിക്കായിരുന്നു. ബട്ട് UPSC അത് ചെയ്തില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് മനസ്സിലായ ഒറ്റയടിക്ക് അയാൾക്ക് ഡി എന്ന ഉത്തരം കുത്താൻ പറ്റണം. അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അയാൾക്ക് സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കുത്താൻ പറ്റണം. ഇത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലൂ അവിടെ തന്നുകൊണ്ട് തന്നെയാണ് UPSC എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുള്ളത്, സോറി അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ,
ദെൻ അസെപ്ഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക്. സോ അണ്ടർസ്റ്റാൻഡ് ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ചോയ്സ് UPSC നമുക്ക് തന്നിട്ടുള്ള ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസിനെ മനസ്സിലാക്കണം. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തു. UPSCയുടെ ലാംഗ്വേജ്, UPSCയുടെ വേർഡിങ്, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്, ഗ്രൂപ്പിംഗ്. ഓക്കെ, ദെൻ ഇപ്പോൾ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ചോയ്സസ്. നമുക്ക് തന്നിട്ടുള്ള ചോയ്സസ് എന്താണ്, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1-ലോ 2-ലോ റോങ് വരുന്നുണ്ടോ എന്നതായിരിക്കണം ഇനി നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ തന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് റോങ് ആണ്. ഓക്കെ, ഒന്നാമത്തത് ഇത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു ഓരോ ക്വസ്റ്റിനും നമ്മൾ സെപ്പറേറ്റ് അനലൈസ് ചെയ്യും. അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നതും പറയും. ഓക്കെ, സോ ഇവിടെ ഒന്നാമത്തെന്ന് പറയുന്നത് യുറേനിയം എൻറിച്ച്ഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 60%. 60% എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേറ്റീവ്ലി ഹൈ ആണ്. അപ്പം ഇതിന്റെ ബേസിക് ആയിട്ട് ന്യൂക്ലിയർ പോളിസി അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂക്ലിയർ ടെക്നോളജി ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം ഓൾമോസ്റ്റ് ദിസ് മച്ച് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാം ഒരു 90% എത്തുന്ന സമയത്ത് എന്തായി അറ്റോമിക് ലെവൽ അല്ലെങ്കിൽ ഒരു അറ്റോമിക് ബോംബിനുള്ള എൻറിച്ച്മെന്റ് ആയി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5% എൻറിച്ച്ഡ് ആയിട്ടുള്ള സാധനമാണ് ഇവിടെ യൂസ് ചെയ്യാറ്, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ യൂസ് ചെയ്യാറ്. സോ ഡെഫിനറ്റ്ലി എന്താ പറയുക അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് റോങ്. ഒരു ഫാക്ച്വൽ നോളജിന്റെ ഒറ്റടിക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. ബട്ട് അതിൽ കുറെ കൂടെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്യും. എല്ലാം ഇപ്പൊ അങ്ങനെ എന്താ പറയുക ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. നമ്മളിത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചിലതൊക്കെ ആസച്ച് വിട്ട് കളയുന്നത്. രണ്ടാമത്തത് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഓൺലി കിടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് റോങ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. In India, prisons are governed by Prisons Act 1894, which expressly kept the subject of prisons in the control of provincial government. Okay, ഇവിടെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് എക്സ്പ്രസ്ലി. ഇത് UPSCക്ക് ഒരു വളരെ ഇഷ്ടമുള്ള വേർഡാണ്. ഇംപ്ലിസിറ്റ്ലി, എക്സ്പ്രസ്ലി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ വേർഡിങ്സിൽ വളരെ ശ്രദ്ധിക്കണം. എക്സ്പ്രസ്ലി. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ ഒരു ചെറിയ കോൺട്രാഡിക്ഷൻ കിടക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന പ്രിസണേഴ്സ് ആക്ട് 1894 ഇങ്ങനെ ആസച്ച് പറയുന്നുണ്ട് സ്റ്റേറ്റ് സബ്ജക്റ്റിനായിരിക്കും അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സിനായിരിക്കും ഈ പറയുന്ന പ്രിസൺസിന്റെ റെസ്പോൺസിബിലിറ്റി എന്നത് അവിടെ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് എക്സ്പ്രസ്ലി എന്ത് ചെയ്തിട്ടില്ല, ഒരു കാറ്റഗറൈസേഷൻ ആയിട്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വെച്ചിട്ടില്ല. അങ്ങനെ വരുന്നത് എപ്പോഴാണ് 1935-ലാണ്. കാരണം 1935-ലാണ് എന്ത് ചെയ്യുന്നത് സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ, പ്രൊവിൻഷ്യൽ സബ്ജക്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ഷെഡ്യൂൾ 7ന്റെ സിമിലർ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ വരുന്നത് 1935-ലാണ്. പ്രൊവിൻഷ്യൽ അതുപോലെ തന്നെ റിസർവ്ഡ് ഈ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ 1935-ലാണ് വരുന്നത്. അപ്പം ആ ഒരു സമയത്തായിരിക്കണം എക്സ്പ്രസ്ലി എന്ത് ചെയ്തിട്ടുള്ളത് പ്രിസൺസ് ഒക്കെ എന്ത് ചെയ്യുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സിന് കൊടുത്തിട്ടുള്ളത്. സം നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് 2 ആണ് റോങ് എന്നത് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന 1935 ആക്ടിന്റെ പർപ്പസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ഉത്തരത്തിലേക്ക് എത്താം. ദെൻ 40-ലേക്ക് വരുന്ന സമയത്തും ഇവിടുത്തെ നോക്കുക, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആർട്ടിക്കിൾ 335 ഡിഫൈൻസ് ദ ടേം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? അത് കംപ്ലീറ്റ്ലി ഒരു സബ്ജക്റ്റീവ് സാധനമാണ്. ഓക്കെ, ആ ഒരു സബ്ജക്ട് അതിന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാധനത്തിന് ആസ് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. എഫിഷ്യൻസി എന്ന് പറയുന്നതിന് എന്തിന്റെ ബേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ആലോചിച്ച് നോക്കുക. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു വെയിഗ് ആയിട്ടുള്ള സാധനത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യില്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് റോങ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അടുത്തത് ഇന്ത്യ നീഡ്സ് ടു എക്സ്ട്രാക്ട് മോർ ദാൻ എ ക്വാർട്ടർ ഓഫ് വേൾഡ്സ് ഗ്രൗണ്ട് വാട്ടർ ഈച്ച് ഇയർ ടു സാറ്റിസ്ഫൈ ദ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ നീഡ്സ് ഓഫ് ആൾമോസ്റ്റ് 18% ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ ലിവിംഗ് ഇൻ ഇറ്റ്സ് ടെറിട്ടറി. ഓക്കെ, സോ ഇവിടെ ആലോചിക്കാം. India needs to extract more than a quarter of world's groundwater each year to satisfy the drinking water and sanitation needs എന്നാണ് പറഞ്ഞത്. ബട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആകുമായിരുന്നു. കാരണം ഇന്ത്യയിൽ മോസ്റ്റ് ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ്. ഡ്രിങ്കിങ് വാട്ടർ പർപ്പസ് അല്ലെങ്കിൽ സാനിറ്റേഷൻ പർപ്പസിന് വേണ്ടി ഇത്രത്തോളം, അതായത് 1/4 എന്ന് പറയുന്ന സമയത്ത് 25%. നമ്മൾ ഓൾമോസ്റ്റ് 81% എന്തിനു വേണ്ടിയിട്ടാണ്? അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്തത്. അപ്പൊ 25% എന്തായാലും എന്തിനില്ല? ഡ്രിങ്കിങ് വാട്ടറിനില്ല. അപ്പൊ ഈ ഒരു അനാലിസിസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന വാട്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഏരിയ GS3 പേപ്പറിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഫാക്ച്വൽ നോളജ് ആണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന C എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താം. ദെൻ 85-ലേക്ക് വരുന്ന സമയത്തും ഡെഫിനറ്റ്ലി, കാരണം 26 നവംബർ 1949 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് അംഗീകാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ആ സമയത്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആൾസോ റോങ്. ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും.
ഓക്കെ, ദെൻ അടുത്തത് 86ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് then Switzerland is first statement, Switzerland is one of the leading exporters of gold in terms of values. Then Switzerland has the second largest gold reserve in the world. അതിനൊരു പോസിബിലിറ്റി കുറവാണ്. സ്വിറ്റ്സർലാൻഡിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനൊരു പോസിബിലിറ്റി കുറവാണ്. കാരണം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് പ്ലേറ്റ് ടെക്ടോണിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആൽഫ്രഡ് വെഗ്നറിന്റെ സമയത്ത് അവിടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടിലിയറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗോൾഡ് ഡെപ്പോസിറ്റ് കുറിച്ച് 2 രാജ്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഗാന, രണ്ടാമത് ബ്രസീൽ അല്ലെ? കാരണം അത് ജിക്സോ പസിഫിക് നോക്കുന്ന സമയത്ത് ഈ 2 ഡിഫറെന്റ് കോണ്ടിനെന്റുകളിൽ ഗോൾഡ് ഡെപ്പോസിറ്റ് അത്രത്തോളം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ ഗോൾഡ് ഡെപ്പോസിറ്റ് കിടക്കുന്ന രാജ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വിറ്റ്സർലൻഡിന് അങ്ങനത്തെ ഒരു ചാൻസ് അവിടെ എന്തില്ല, കിടക്കുന്നില്ല. അതൊരു സെൻട്രൽ കോണ്ടിനെന്റിൽ കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് പോസിബിലിറ്റി വളരെ കുറവാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. സോ ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ഈസിലി റീച്ച് ദി ആൻസർ. Then 87ാമത്തേലേക്ക് വരുന്ന സമയത്ത് recently the United States of America and the European Union have launched Trade and Technology Council. Maybe. Then second statement, the USA and EU claim that through this they are trying to bring technological progress and physical productivity under their control. അതൊരു വെയ്ഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The USA and the EU claims that through this they are trying to bring technological progress and physical productivity under their control. ഇപ്പൊ നിങ്ങൾ IR പഠിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാ രാജ്യവും ഇപ്പം എത്ര മോശം കാര്യത്തിനായാലും അതിനെ നല്ലതായിട്ട് പ്രൊജക്ട് ചെയ്തിട്ട്, അതായത് അവർക്കൊരു ഹെജിമോണിയൽ ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിനൊരു നല്ല കവറിട്ട് പൊതിഞ്ഞിട്ട് ഒരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചൈനയുടെ 1 Belt 1 Road ഇനീഷ്യേറ്റീവ്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം, ഒരു എക്കണോമിക് മോണോപ്പൊളൈസേഷന് വേണ്ടിയിട്ടാണ് ചൈന എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 1 Road 1 Belt അല്ലെങ്കിൽ RCEP എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റുമായിട്ടൊക്കെ മുന്നോട്ടേക്ക് വരുന്നത്. ഓക്കെ, സോ ബട്ട് ചൈന അതിൽ എന്താണ് പറയുന്നത്? എക്കണോമിക് കണക്ടിവിറ്റി പ്രോജക്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ? അതായത് ഒരു നല്ല പേരിട്ടിട്ട് ഇത് വളരെ നല്ല പ്രോജക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? മുന്നോട്ടേക്ക് വെക്കുന്നത്. കാരണം അവരുടെ ആ ഒരു ആഗ്രഹം അതാണെങ്കിലും അതിനെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടായിരിക്കും അവരത് പറയുന്നത്. എക്സ്പ്രസ്ലി അവരത് പറയില്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുക, അതൊരു എക്സ്ട്രീംലി എന്താ പറയാ, ഒരു ഈവിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പറയുന്ന US-നും അല്ലെങ്കിൽ EU-നും അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവരത് എക്സ്പ്രസ് ആയിട്ട് പറയില്ല. കാരണം എന്താണ് അവർ ചെയ്യാൻ നോക്കുന്നത്? ടെക്നോളജിക്കൽ പ്രോഗ്രസും പ്രൊഡക്ടിവിറ്റിയും എല്ലാം എന്ത് ചെയ്യണം? ഞങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരണം. അത് ഡെഫിനറ്റ്ലി അവർ എന്ത് ചെയ്യില്ല? ക്ലെയിം ചെയ്യില്ല. അത് നമ്മുടെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇന്റർനാഷണൽ റിലേഷൻസ്, അതായത് ഡിഫറെന്റ് കൺട്രീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അവരുടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള എൻഗേജ്മെന്റ് എങ്ങനെയാണ് എന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്വഭാവം ഒരു കൺട്രിയും എന്ത് ചെയ്യില്ല? കാണിക്കില്ല. ഓക്കെ, നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരിക്കാം, അബ്സ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷുവർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ വളരെ എന്തായിരിക്കും വെയ്ഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ബട്ട് അഗ്രസീവ് സ്റ്റേറ്റ്മെന്റ്സ് ഒരു രാജ്യം കൊടുക്കില്ല അൺലെസ് ദേ വാണ്ട് ടു പ്രൊവോക്ക് ദി അതർ കൺട്രി or go on to a head-on war with the other countries. മറ്റു രാജ്യങ്ങളായിട്ട് ഒരു ഹെഡ് ഓൺ വാറിന് പോകാൻ താല്പര്യമില്ലാത്ത ഒരു രാജ്യവും ഇതുപോലത്തെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ഡെഫിനറ്റ്ലി പറയില്ല. സോ ദാറ്റ് തിങ് ഇസ് ക്ലിയർ. ഇതിന് അടുത്തത് വരിക, അതിലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് അതായത് 94ാം ചോദ്യത്തില് ദ അറബ് പീസ് ഇനീഷ്യേറ്റീവ് മീഡിയേറ്റഡ് ബൈ സൗദി അറേബ്യ വാസ് സൈൻഡ് ബൈ ഇസ്രായേൽ ആൻഡ് അറബ് ലീഗ്. ഇപ്പോഴും നമുക്കറിയാം ഈ പറയുന്ന അറബും ഇസ്രായേലും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി അറബ് ലീഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് നേഷൻസ് അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആസ് അവിടെ പ്രശ്നങ്ങൾക്ക് വലിയ സാധ്യതയൊന്നും നടക്കുന്നില്ല. ഇപ്പോഴും സൗദി എന്ത് ചെയ്തിട്ടില്ല? ആ ഒരു ഏരിയയിൽ അംഗീകരിക്കാത്തത് സൗദിയാണ്. കാരണം UAE ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അബ്രഹാം അക്കോർഡൊക്കെ ഒന്നും സമയത്ത് അംഗീകരിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സൗദി ഹാസ് നോട്ട് ലൈക്ക് അതിനെന്ത് ചെയ്തിട്ടില്ല? അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്തത് അത് മീഡിയേറ്റ് ചെയ്തതും സൗദി അല്ല. ഓക്കെ, സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഒറ്റയടിക്ക് ഇസ്രായേൽ പലസ്തീൻ ആ ഒരു ഇഷ്യൂ എന്താ പറയാ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്താൽ ഓവറോൾ ഈ സൗദിയും ഇസ്രായേലും ഒക്കെ ആയിട്ടുള്ള റിലേഷൻസ്, അതുപോലെ മിഡിൽ ഈസ്റ്റിലെ ഒരു ഓവറോൾ പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ ഡിസ്കോഴ്സ് ഒക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എളുപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. ദെൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന എല്ലാ ചോദ്യത്തിനും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഒന്നാമതെന്ന് പറയുന്ന സമയത്ത് ഇത് ഐ മീൻ ഈ 84ാമത്തെ ചോദ്യം വളരെ ട്രിക്കിയാണ്. കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കണം, പിന്നെ അത് അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആയിരിക്കണം. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഫ്ലാഗിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ തെറ്റാൻ സാധ്യത ഉള്ളതാണ്. അൺലെസ് നമ്മൾ എന്ത് ചെയ്യും?
ഫ്ലാഗിന്റെ റേഷ്യോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ആ റേഷ്യോയിൽ വരുന്ന പ്രൊപ്പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു UPSC ആസ്പിറന്റ് പഠിച്ചിട്ടുണ്ടാവില്ല, ബട്ട് ഒരു PSC ആസ്പിറന്റ് ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആസിച്ച് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം ഒരു റാഷണൽ തിങ്കിങ്ങിലേക്ക് അതിന് വരാൻ പ്രയാസമുണ്ട്. അത് പ്രോപ്പറായിട്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് ഇനി എന്തൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു എക്സാം എൻവറോൺമെന്റിൽ അത് നമുക്ക് തെറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതല്ലെങ്കിൽ ചിലർക്ക് തോന്നണം ഇത് എനിക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ മാറ്റി കുത്താം എന്ന് പറഞ്ഞിട്ട് കുത്തിയിട്ടുള്ളവരല്ലാത്ത ബാക്കി എല്ലാവർക്കും നോർമൽ ലെവലിൽ ചിന്തിച്ചിട്ടുള്ളവർക്ക് അത് റോങ് ആയി പോകും. അപ്പൊ അത് നമ്മൾ എടുക്കുന്നില്ല. ദെൻ 21 വരുന്ന സമയത്ത് എവിടെയും ഈ പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. സോ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ദ ഡെപ്പോസിറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദിയർ ഇൻവെസ്റ്റേഴ്സ് is exempted from tax, but the dividend is taxable. ഡിവിഡൻഡ് ടാക്സബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിലൊരു ഏണിങ്, ആ ഒരു ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി അതെന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പം അതിലൊരു ലാർജ് എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, അത് ടാക്സ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് കംപ്ലീറ്റ്ലി അതിനെ ടാക്സ് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്തല്ല, ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ ടാക്സിനെ കുറിച്ചിട്ട് അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതെന്തല്ല, ശരിയായിട്ട് വരില്ല. കാരണം എല്ലാ സാധനത്തിനും എങ്ങനെയെങ്കിലും ടാക്സിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നോക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഗവൺമെന്റിന് ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത ഈ ഒരു സാധനത്തിന്റെ ഇൻട്രസ്റ്റിന്റെ മുകളിലുള്ള ടാക്സ് ഗവൺമെന്റ് ഒഴിവാക്കുക എന്ന് പറയുന്നത് ആസ് സച്ച് എന്താണ്, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. ദെൻ 63 വരുന്ന സമയത്ത് the soil in tropical rainforest is rich in nutrients. ന്യൂട്രിയൻസ് കൊണ്ട് റിച്ച് ആണ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് is wrong. കാരണം അവിടെ എന്തുണ്ട്? എസ്പെഷ്യലി റെയിൻസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ലീച്ച് ആയി പോവാണ് ചെയ്യുന്നത്. സോ ഇതേ ഒരു സെയിം പാറ്റേൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഫ് ഐ എം കറക്റ്റ് 2020 എന്ത് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതേ സെയിം പാറ്റേൺ. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതും അതിലുള്ള ആ ഒരു കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് എടുക്കണം, പാറ്റേൺ പഠിക്കണം, എന്നിട്ട് ഇവിടെ വീണ്ടും എന്ത് ചെയ്യണം? ഇംപ്രൂവൈസ്ഡ് റിപ്ലിക്കേഷൻ ഇവിടെ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് 2020 സിമിലർ പാറ്റേണിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലെ സോയിലിനെ കുറിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ അടുത്ത 88ാമത്തെ ചോദ്യം, ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 3.2% ഓഫ് ഗ്ലോബൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സമയത്ത്, ഏത് കാലഘട്ടത്തില്, ഏത് പീരീഡില്? ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ഇൻകംപ്ലീറ്റ് ആണ്, പറയാൻ പറ്റില്ല. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 3.2% ഓഫ് ഗ്ലോബൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻ ദി ഫൈനാൻഷ്യൽ ഇയർ 2021 എന്ന് പറയാം, 22 എന്ന് പറയാം. അപ്പം ഏത് സമയത്ത്? ഇൻ ദ ലാസ്റ്റ് ക്വാർട്ടർ, അതും എനിക്കിവിടെ പറയാലോ. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്തല്ല? കംപ്ലീറ്റ് പോലും അല്ല. സോ ഡെഫിനറ്റ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഏത് പീരീഡ് ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോലും ഇല്ല. ദാറ്റ് ഇസ് റോങ്. യു ക്യാൻ റീച്ച് ഇൻ ടു ദി ആൻസർ. ഓക്കെ, സ്വാഭാവികമായിട്ട് അത് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വരേണ്ട ഒരു ചോദ്യമാണ് എപ്പോ. കാരണം അവിടെ ഒരു ശരിയാണോ തെറ്റാണോ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി റോങ്. സോ ഈസിലി യു ക്യാൻ റീച്ച് ദി ആൻസർ. സോ അസർഷൻ ബേസ്ഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ എലിമിനേഷൻസ് എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് UPSC ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇവിടെ നമ്മുടെ പഴയ ടെക്നിക്സ് ഒന്നും അല്ല, റോട്ടൺ ടെക്നിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ബട്ട് അതിനൊന്ന് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഒരു മോഡേൺ ഫോമിലാണ് UPSC തന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് ഷോക്ക് ആയതാണ്. ബട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 2024 ഡെഫിനറ്റ്ലി ഈ സാധനം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അസർഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, ഇതിനെ ഇന്ന രീതിയിലൊക്കെ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഐ മീൻ നിങ്ങൾക്ക് അവിടെ എന്തില്ല, ഒരു ബ്ലാങ്ക് ആയിട്ട് ഇരിക്കില്ല. ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നതിന്റെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ സ്പെസിഫിക് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡിങ് കൂടെ കിട്ടുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ലൈക്ക് ഡൺ. ഓക്കെ, ദെൻ അടുത്തത് അസർഷൻ റീസൺ ടൈപ്പ്. സോ ഈ എല്ലാ ചോദ്യങ്ങൾക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോസ്റ്റ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്യും. അപ്പം ഇതിൽ 64ാമത്തെ ചോദ്യം ഞാനൊരു ഡിസ്ക്ലൈമർ വെക്കാണ്. ഇതിന് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the temperature contrast between the continents and the ocean is greater during the summer than the winter.
ചിലർ പറയുന്നത് വിന്ററിലാണ് കൂടുതൽ, സമ്മറിലല്ല എന്നുള്ള എക്സ്പ്ലനേഷനും കാണുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവും, ഇൻകറക്റ്റ് ആവും. സോ അങ്ങനെ വരുന്ന സമയത്ത് ഡി എന്ന് പറഞ്ഞ ആൻസറിലേക്ക് വരും. ബട്ട് ആസ് സച്ച് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു 84ാമത്തെ കാറ്റഗറി ലൈനിൽ 64ാമത്തെ ചോദ്യത്തിന് മാത്രം നമുക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തൽക്കാലം ഇതിനെ ഇവിടെ പ്ലേസ് ചെയ്തതാണ്. ഓക്കെ, അത് മനസ്സിലാക്കാം. സോ ഇത് ഏതിലാണെന്നുള്ളത് UPSCയുടെ ഒഫീഷ്യൽ ആൻസറിലേക്ക് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മാറ്റി പ്ലേസ് ചെയ്യാം. സോ ഈ പറയുന്ന 3 ചോദ്യത്തിന് മാത്രം എന്താണ് ഓൾ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ്, അതായത് സ്റ്റേറ്റ്മെന്റ് 1 and 2 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദി പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന അസർഷന്റെ ആ ഒരു ആൻസർ ആണ് കറക്റ്റ്. ദെൻ അടുത്തത് 75ാമത്തെ വരുന്ന സമയത്ത് ഫസ്റ്റും കറക്റ്റ് ആണ്, സെക്കൻഡും കറക്റ്റ് ആണ്, ബട്ട് ഇത് ഇതിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ അല്ല എന്നത് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ അസർഷൻ റീസൺ അനാലിസിസിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 18 ചോദ്യം ചോദിച്ചതിൽ 4 ചോദ്യം, നേരത്തെ 3 ചോദ്യം പ്ലസ് 1 ചോദ്യം കൂടെ, അങ്ങനെ ഒരു 4 ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ആസ് സച്ച് നമുക്കൊരു ആൻസർ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഒറ്റയടിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് അറിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. ബാക്കി ഓൾമോസ്റ്റ് ഒരു 13 to 14 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും. ഔട്ട് ഓഫ് ദി 18 ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് മനഃപൂർവ്വം UPSC റോങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം ഇത് കുറെ കൂടെ എളുപ്പമായിട്ട് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുന്നതായിരുന്നു. അതായത് ഒരു 13 to 14 ക്വസ്റ്റ്യൻ അസർഷൻ റീസണിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ആയിട്ട് കണ്ടക്ട് ആയിരുന്നു. ബട്ട് ഈവൻ എക്സാം എൻവറോൺമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു 12 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 11 മുതൽ 12 ക്വസ്റ്റ്യൻ വരെ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുമായിരുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, അസർഷൻ റീസണിന്റെ ഈ ഒരു ഹാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അതേപോലെ തന്നെ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസും എങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പിക്ക് ദി ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് അപ്രോച്ച് വേണം ഓരോ ക്വസ്റ്റ്യൻസിനെയും. ഓക്കെ, ആ ഒരു സംഗതി ഇപ്പോഴും വാലിഡ് ആയതുകൊണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സീരീസിന്റെ കണ്ടിന്യൂറ്റി നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ബോത്ത് 1 and 2 അതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻസും എടുക്കുന്നതായിരിക്കും. ബട്ട് ജസ്റ്റ് ഒരു ഓവറോൾ 4 ടൈപ്പിന്റെയും എന്ത് ചെയ്യണം പറയണല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്താണ്. സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് കാർബൺ ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് ദി കമ്പോണൻസ് യൂസ്ഡ് ഇൻ ദി ഓട്ടോമൊബൈൽ ആൻഡ് എയർക്രാഫ്റ്റ്. സോ ഇവിടെ ജസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ച ഒരാൾക്കറിയാം കാർബൺ ഫൈബർ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ടെക്നോളജിയാണ്. സോ ഡെഫിനറ്റ്ലി അതിന് എന്തായിരിക്കും അഡ്വാൻസ്ഡ് ഫീൽഡുകളിലൊക്കെ എന്തായിരിക്കും അപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഷുവർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കാർബൺ ഫൈബർ വൺസ് യൂസ്ഡ് കനോട്ട് ബി റീസൈക്കിൾഡ്. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി അല്ലെങ്കിൽ കറന്റ് ടെക്നോളജി സ്പേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എൻവിറോൺമെന്റൽ പ്രോബ്ലംസ് ആണ്. അത് ഇ വേസ്റ്റ് ആയിക്കോട്ടെ, മെഡി വേസ്റ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ ഡിഫറെന്റ് വേസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഈവൻ ലൈക്ക് ബാറ്ററികളൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ, ഇതൊക്കെ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നതാണ് ഒരു പ്രശ്നം. അപ്പം ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ടെക്നോളജീസ് മോസ്റ്റ്ലി ഫോക്കസിങ് എന്താണ്, എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. അത് റീയൂസ് ചെയ്യാൻ പറ്റണം, റീസൈക്കിൾ ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു ട്രിപ്പിൾ ആർ ആ ഒരു ക്രൈറ്റീരിയ എന്ത് ചെയ്യണം, പ്രോസസ് അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടെക്നോളജി ആയിരിക്കണം. കാരണം എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്നത് ഒരു ന്യൂ കീ വേർഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, അതിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എമർജിംഗ് ടെക്നോളജീസ് വരാൻ സാധ്യതയുള്ളത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. സോ വൺ ഓൺലി ഈസ് ദി ആൻസർ. ഓക്കെ, ഇവിടെ വേറെ ഒരു സിമ്പിൾ അനാലിസിസ് കൂടെ പറയാം. ഈ ബോത്ത് 1 and 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ആൾട്ടേർഡ് ഫോം ആണ് അസർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാറുണ്ട്, ഈ പറയുന്ന വിക്രം എന്ന് പറയുന്ന ലോകേഷിന്റെ സിനിമയുടെ വേറൊരു അഡാപ്റ്റേഷൻ ആയിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്, ജയിലർ എന്ന് പറയുന്ന സിനിമയെ പറയാറുണ്ട്. രണ്ടിന്റെയും തീം ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്നുള്ളത് പറയാറുണ്ട്. അതേപോലെ തന്നെ ബോത്ത് 1 and 2 ടൈപ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ആൾട്ടേർഡ് ഫോം ആണ് അസർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ UPSCയുടെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ UPSCയുടെ ഇന്റൻഷൻ മനസ്സിലാക്കിയാൽ ബോത്ത് 1 and 2 ടൈപ്പിനെ കാട്ടിയും കുറെ കൂടെ ഈസി എന്താണ്, അസർഷൻ റീസൺ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ 52ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ബാലിസ്റ്റിക് മിസൈൽസ് എന്താണെന്നും അതുപോലെ തന്നെ അഗ്നി എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് രണ്ടും പരസ്പരം തിരിച്ചിട്ട് ചോദിച്ചതാണ്. കാരണം അഗ്നി എന്ന് പറയുന്നത് ഒരു മീഡിയം റേഞ്ചിലുള്ള സാധനമല്ല. ദെൻ ബാലിസ്റ്റിക് മിസൈൽസും അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്രൂയിസ് മിസൈൽസും. സോ ബാലിസ്റ്റിക് മിസൈൽസ് എന്താണ്, ക്രൂയിസ് മിസൈൽസ് എന്താണുള്ളത്? കാരണം ക്രൂയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്രൂയിസ് കൺട്രോൾ, അത് കൺട്രോൾഡ് ആണ്. ആ ഒരു മിസൈല് ലോഞ്ച് ചെയ്യുന്ന മുതൽ എവിടെ പോയി ഹിറ്റ് ചെയ്യണം, അതിന്റെ ത്രൂ ഔട്ട് ദ പാത്ത് അത് എന്ത് ചെയ്യും, അതിന്റെ സ്പീഡ് അതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പൊ അതെന്താണ്, ത്രൂ ഔട്ട് ദ പാത്ത് അല്ലെങ്കിൽ ഫ്ലൈറ്റിലെ കൺട്രോൾ ചെയ്യുന്നത് ക്രൂയിസ് ആയിരിക്കണം.
പിന്നെ റോക്കറ്റ് പവേർഡ് ആയിട്ട് ജസ്റ്റ് ആ ഒരു ബാലിസ്റ്റിക് അല്ലെങ്കിൽ ആ ഒരു പരാബോളിക് പാത്ത് മാത്രം ഫോളോ ചെയ്ത് പോകുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അത് ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കും. ഇത് തിരിച്ചു കൊടുത്താണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ദെൻ അഗ്നി 5 എന്ന് പറയുന്നത് മീഡിയം അല്ല, അത് ലോങ് റേഞ്ച് ആണ്. കാരണം 5000+ ആണ് അതിന്റെ റേഞ്ച് വരുന്നത്. ദെൻ ബ്രഹ്മോസ് ഇസ് എ സോളിഡ് ഫ്യൂൽഡ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അതും റോങ് ആണ്. കാരണം ബ്രഹ്മോസ് 1ന്റെ മാക്സിമം എന്ന് പറയുന്നത് 500 കിലോമീറ്റർ ആണ്. സോ അതെന്തല്ല, ലോങ് റേഞ്ച് അല്ല, ഇന്റർ കോണ്ടിനെന്റൽ ആവുകയില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആൾസോ റോങ്. ബേസിക് ആയിട്ടുള്ള സാധനം, ബട്ട് രണ്ടും ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു മാത്രം. ഇനി തിരിച്ചിട്ട് ചോദിച്ചു, അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഫോർമാറ്റ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഓവറോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു അനാലിസിസ്. കാരണം ആ ഒരു പേപ്പറിനോടല്ല 2023 പേപ്പർ കണ്ടതോടുകൂടി പല ആസ്പിറൻസ് എന്താ പറയുക ഒരുപാട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ഓറിയന്റേഷൻ, നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു കോൺഫിഡൻസ് തരും. എങ്ങനെ പഠിക്കണം, എങ്ങനെയായിരിക്കണം ഇനിയത്തെ അപ്രോച്ച്, ഓക്കെ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. ബട്ട് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യു ഹാവ് ടു ഡെവലപ്പ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം. രണ്ടാമത്തത് ബ്ലൈൻഡ്ലി എന്ത് ചെയ്യരുത്, ഒരു ടെക്നിക്കിനെ ഫോളോ ചെയ്യരുത്. ആ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാം, അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടില്ല അപ്പൊ അത് തന്നെ ഇവിടെ എന്തെങ്കിലും അപ്ലൈ ചെയ്യില്ല എന്നുള്ള രീതിയിൽ ചെയ്യരുത്, അങ്ങനെ നിൽക്കരുത്. യു ഹാവ് ടു ഇംപ്രൂവൈസ്. സെയിം സാധനം തന്നെയാണ് നമ്മൾ പറയാറില്ലേ, പഴയ വീഞ്ഞ് ബട്ട് പുതിയ കുപ്പിയിലാക്കിയിട്ട് UPSC അടുത്ത വർഷം ചോദിക്കാം. ബട്ട് യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഐഡന്റിഫൈ ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ഇംപ്രൂവൈസ് ദ ടെക്നിക്സ് ദാറ്റ് യു ഹാവ് പ്രാക്ടീസ്ഡ് ആൻഡ് ടു ഇംപ്ലിമെന്റ് ഇറ്റ് ടു ഫൈൻഡ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം, ഇംപ്രൂവൈസ് ചെയ്തിട്ട് റൈറ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് ആൻഡ് സ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സീരീസിന്റെ ബാക്കി കണ്ടിന്യൂഷൻ കൂടെ, അതായത് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ സിമിലർ പാറ്റേണിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി നമ്മൾ ടെസ്റ്റ് സീരീസ് ഒക്കെ റൺ ചെയ്യുകയാണെങ്കിൽ ആ ടെസ്റ്റ് സീരീസ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. അതല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, അനാലിസിസിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 2 ചാനലിലും, അതായത് നമ്മുടെ KS റാങ്കറിലും അതുപോലെ തന്നെ IAS റാങ്കർ, ഈ 2 ചാനലിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ അപ്ഡേറ്റ്സ്, അതായത് മൊത്തം ക്ലാസ് കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ KS റാങ്കർ എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൊത്തം ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റും കിട്ടും. അപ്പൊ ലൈവ് സെഷനിൽ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ എന്താ പറയുക ഇമെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, അപ്പൊ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താണ് കൂടുതലായിട്ട് വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ അറിയിക്കുക. ഇതിന്റെ കൂടെ തന്നെ പാരലൽ ആയിട്ട് നമ്മുടെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ദാറ്റ്സ് ഓൾസോ ലൈക്ക് വർത്ത് ഇറ്റ്. ഓക്കെ, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും കാണേണ്ട ഒരു സീരീസ് തന്നെയാണ് അത്. അതും കൂടെ എന്ത് ചെയ്യാം, കാണാം. കാരണം ഈ രണ്ടും നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിംസ് ഒരു പക്ഷേ പ്രിലിംസിനും കാട്ടിലും എന്താ പറയാ ഇമ്പോർട്ടൻസ് മെയിൻസ് ആണ്. മെയിൻസ് എന്ന് പറയുന്നതാണ് ആക്സസ് ഇൻ UPSCയുടെ ക്ലക്സ് എന്ന് പറയുന്നത്. UPSC സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് മെയിൻസ് ആണ്. സോ ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. സോ താങ്ക്സ് ഫോർ ദ പേഷ്യൻസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാവുന്നതാണ്. ഓക്കെ.